എല്ലാ കുട്ടികൾക്കും CATCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ അവസാനിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സിലെ പുതിയ ഒരു ചാപ്റ്ററാണ്. പാഠഭാഗത്തിൻ്റെ പേര് ഓസിലേഷൻസ് എന്നാണ്. നമ്മുടെ ഫിസിക്സിലെ പുതിയ പാഠഭാഗത്തിൻ്റെ പേര് ഓസിലേഷൻസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് ഓസിലേഷൻ എന്താണ്, ആ ഓസിലേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് ഓസിലേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ടേം ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഡാംഡ് ഓസിലേഷൻ, എന്താണ് റെസൊണൻസ്, എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി, അങ്ങനെ പുതിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പാഠഭാഗത്തിൽ നമ്മൾ 2 തരം മോഷനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. എത്ര തരം മോഷനാണ്? 2 തരം മോഷൻ. ഒന്നാമത്തതിൻ്റെ പേര് പീരിയോഡിക് മോഷൻ, രണ്ടാമത്തതിൻ്റെ പേര് ഓസിലേറ്ററി മോഷൻ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പീരിയോഡിക് മോഷൻ, അതുപോലെ തന്നെ എന്താണ് അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യും ഓസിലേറ്ററി മോഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാ മക്കളെ? പീരിയോഡിക് മോഷൻ എന്താണെന്നാണ്. എത്ര തരം മോഷനെ പറ്റി പഠിക്കാനുണ്ട്? 2 തരം മോഷനുണ്ട്. ഏതൊക്കെയാണത്? പീരിയോഡിക് മോഷനും അടുത്തതിൻ്റെ പേരെന്താണ്? ഓസിലേറ്ററി മോഷൻ എന്നാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനായ പീരിയോഡിക് മോഷൻ എന്താണെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പീരിയോഡിക് മോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു മോഷനാണ്, അല്ലെങ്കിൽ ഇതൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ് അതല്ലെങ്കിൽ ഈ ഒരു മോഷൻ ഒരു നിശ്ചിത സമയത്തിന് ശേഷം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഒരു റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്ന മോഷനെ, പ്രവർത്തനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പീരിയോഡിക് മോഷൻ. നമ്മുടെ ക്ലോക്കിലെ സൂചിയില്ലേ, ഇപ്പോൾ ക്ലോക്കിൽ 3 നീഡിൽ കാണാൻ പറ്റുമല്ലോ. അതിനകത്ത് സെക്കൻഡ് ഹാൻഡ് ഉണ്ട്, മിനിറ്റ് ഹാൻഡ് ഉണ്ട്, അവർ ഹാൻഡ് ഉണ്ട്. ശരിയല്ലേ പറഞ്ഞേ? അതിൽ ഓരോ ഹാൻഡും പീരിയോഡിക് മോഷനിലാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, അതിനകത്തെ മിനിറ്റ് ഹാൻഡ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് ആ വലിയ സൂചി മിനിറ്റ് ഹാൻഡ് എടുക്കുകയാണെങ്കിൽ ഓരോ 1 മിനിറ്റ് കഴിയും തോറും അതെന്ത് ചെയ്യും? എവിടുന്നാണോ അതിൻ്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്തത് അത് അവിടെ തന്നെ വന്ന് ചേരത്തില്ലേ? കറക്റ്റല്ലേ പറഞ്ഞേ? മിനിറ്റ് ഹാൻഡ് ഇപ്പോൾ 12 നിൽക്കുകയാണെന്ന് വിചാരിക്കുക. കറക്റ്റ് 1 മിനിറ്റിന് ശേഷം ഇത് എവിടെ തന്നെ വരും? കറക്റ്റ് 12 തന്നെ വരത്തില്ലേ? അടുത്ത 1 മിനിറ്റിന് ശേഷം ഇത് വീണ്ടും എവിടെ തന്നെ വരും? 12 തന്നെ വരത്തില്ലേ? അപ്പോൾ ഒരു റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം കൊണ്ട്, ഒരു നിശ്ചിത സമയം കൊണ്ട് ഒരു മോഷൻ, ഒരു പ്രവർത്തനം, ഒരു ചലനം ഇത് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരം ചലനങ്ങളെ, അത്തരം മോഷൻസിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? പീരിയോഡിക് മോഷൻ. വേറെ എക്സാമ്പിൾ പറയാം. ഭൂമിയുടെ റെവല്യൂഷൻ. ഭൂമിക്ക് ഒരു പ്രാവശ്യം കിടന്നിങ്ങനെ കറങ്ങാൻ എത്ര സമയം വേണ്ടി വരും? ഒരു പ്രാവശ്യം കിടന്നിങ്ങനെ കറങ്ങാൻ, റെവല്യൂഷൻ നടത്താൻ എത്ര സമയം വേണ്ടി വരും? 24 മണിക്കൂറല്ലേ വേണ്ടി വരുന്നേ? 24 അവർ അല്ലേ? അടുത്ത 24 അവറിൽ അത് വീണ്ടും എന്ത് ചെയ്യും? അതേപോലെ വീണ്ടും കറങ്ങും. അതായത് 24 അവർ ടൈം എടുത്താണ് എന്ത് ചെയ്യുന്നത്? ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ നടത്തുന്നത്. അടുത്ത 24 അവറിൽ വീണ്ടും എന്ത് ചെയ്യും? കംപ്ലീറ്റ് റെവല്യൂഷൻ നടത്തും. അടുത്ത 24 അവറിലോ വീണ്ടും കംപ്ലീറ്റ് റെവല്യൂഷൻ നടത്തും. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഓരോ 24 അവർ കഴിയും തോറും അത് ആ പ്രോസസ് പിന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ? അല്ലെങ്കിൽ ആ ഒരു മോഷൻ, ആ കിടന്ന് കറങ്ങുന്ന റെവല്യൂഷൻ അത് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഒരു നിശ്ചിത സമയത്തിന് ശേഷം, ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഒരു പ്രവർത്തനം വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത്തരം മോഷനെ അല്ലെങ്കിൽ അത്തരം പ്രോസസ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പീരിയോഡിക് മോഷൻ. ഞാൻ പറഞ്ഞ ക്ലോക്കിലെ ആ നീഡിലിന്റെ മൂവ്മെന്റ് എന്തിന് എക്സാമ്പിൾ ആണ്? പീരിയോഡിക് മോഷൻ എക്സാമ്പിൾ ആണ്. ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് എടുത്താലും മിനിറ്റ് ഹാൻഡ് എടുത്താലും അവർ ഹാൻഡ് എടുത്താലും, ഇനി ഞാൻ അവർ ഹാൻഡ് എടുക്കുകയാണ്, മണിക്കൂർ സൂചി എടുക്കുകയാണ്.
അതെപ്പോഴാ തുടങ്ങിയിട്ട് തന്നെ വീണ്ടും വരുന്നേ? എത്ര മണിക്കൂർ കഴിയുമ്പോഴാണ് അവിടെ തന്നെ വീണ്ടും വരുന്നേ? 12 മണിക്കൂർ കഴിയുമ്പോഴല്ലേ? ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി അവർ ഹാൻഡ് 12 മണിക്കൂർ കഴിഞ്ഞാൽ എവിടെ ഇരുന്നോ അവിടെ തന്നെ വീണ്ടും വരത്തില്ലേടേ? ഇപ്പൊ സമയം എത്ര മണിയായി? ഇപ്പൊ ഒരു 8:30 ആയെന്ന് വെച്ചു. 8:30 ആയെന്നിരിക്കട്ടെ. ഇപ്പം നമ്മുടെ അവർ ഹാൻഡ് ഉണ്ടല്ലോ, 8-നും 9-നും ഇടയ്ക്കിരിക്കുകയായിരിക്കും. കറക്റ്റ് അല്ലേ പറഞ്ഞേ? ഇത് ഇനി എപ്പോഴാണ് അവിടെ തന്നെ വരുന്നേ? ഇന്ന് രാത്രി 8:30-ക്കല്ലേ വരുന്നേ. അപ്പൊ എത്ര സമയം എടുക്കും അവിടെ വരാൻ വേണ്ടിയിട്ട്? 12 മണിക്കൂറിൽ എടുക്കുന്നേ. ആ 12 മണിക്കൂർ സമയം കൊണ്ട് അത് വീണ്ടും അവിടെ എത്തും. അടുത്ത 12 മണിക്കൂർ സമയം കൊണ്ടോ വീണ്ടും അവിടെ എത്തും. ആ 12 മണിക്കൂർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലേ? അതായത് ഒരു നിശ്ചിത സമയമാണ്. ആ സമയം കൊണ്ടാണ് ഈ പ്രവർത്തനം എന്ത് ചെയ്യുന്നേ? ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായല്ലോ? അത്തരം മോഷനാണ് മക്കളെ എന്തെന്ന് പറയുന്നേ? പീരിയോഡിക് മോഷൻ. സൂര്യന് ചുറ്റും ഭൂമി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കിടന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? സ്വന്തമായിട്ട് റെവല്യൂഷൻ നടത്തുന്നതിനോടൊപ്പം തന്നെ സൂര്യന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? കിടന്ന് കറങ്ങുന്നുണ്ട്. അത് എത്ര സമയം കൊണ്ടാ തുടങ്ങിയിട്ട് തന്നെ വീണ്ടും തിരിച്ചെത്തുന്നേ? ആ 360 ഏകദേശം 365 ദിവസം എടുത്തിട്ടല്ലേ അവിടെ തന്നെ വീണ്ടും എത്തുന്നേ. അടുത്ത 365 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? അത് വീണ്ടും അവിടെ തന്നെ എന്ത് ചെയ്യും? വന്നു ചേരും. ഓരോരോ 365 ദിവസം അല്ലെങ്കിൽ 1 ഇയർ കഴിയും തോറും ഭൂമി എവിടെ നിൽക്കുന്നോ അവിടെ തന്നെ എന്ത് ചെയ്യും? തിരിച്ചു വന്നു ചേരും. ഇത്തരം മോഷനാണ് എന്തിന് എക്സാമ്പിള്? പറ. പീരിയോഡിക് മോഷൻ. വേറെ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയാം. ഞാൻ ഇവിടുന്ന് ഓഫീസ് റൂം വരെ ഒരു 2 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് നടന്ന്. എത്ര മിനിറ്റ് കൊണ്ട് നടന്ന്? 2 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് നടന്നിട്ട് ഇവിടെ വന്നെന്ന് വിചാരിച്ചു. 2 മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് ഓഫീസ് വരെ പോയിട്ട് തിരിച്ച് ഇവിടെ വന്നു. അടുത്ത 2 മിനിറ്റ് ഞാൻ വീണ്ടും എന്ത് ചെയ്ത്? ഇവിടുന്ന് ഓഫീസ് വരെ പോയിട്ട് തിരിച്ചിവിടെ വന്നു. അടുത്ത 2 മിനിറ്റിൽ വീണ്ടും എന്ത് ചെയ്ത്? അവിടെ പോയിട്ട് തിരിച്ചിവിടെ വന്നു. ഇവിടെ എല്ലാം എന്റെ സമയം എത്ര സമയം കൊണ്ടാണ് ഞാൻ പോയിട്ട് വരുന്നേ? 2 മിനിറ്റ് ആണ്. അത് മാറുന്നുണ്ടോ? അത് കോൺസ്റ്റന്റ് ആണ്. ഇതും എന്തിന് എക്സാമ്പിളാ? പീരിയോഡിക് മോഷൻ. അല്ലാതെ കറങ്ങണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഒരു റെഗുലർ ഒരു നിശ്ചിത ഇന്റർവെൽ ഓഫ് ടൈം കൊണ്ട് ഈ പ്രവർത്തനം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്തരം പ്രവർത്തനം അല്ലെങ്കിൽ അത്തരം ചലനങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കാം. പറഞ്ഞ് മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത് ഇതൊരു പ്രോസസ് ആണ്, ഒരു പ്രവർത്തനമാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓർ എ മോഷൻ. അതല്ലെങ്കിൽ ഇതെന്താ മക്കളെ? ഒരു മോഷനാണ്. എ പ്രോസസ് അതല്ലെങ്കിൽ ഒരു മോഷനാണ്. റിപ്പീറ്റ്, അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ആവർത്തിക്കുന്നേ? ഇൻ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം. റിപ്പീറ്റ്സ് ഇൻ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം ഈസ് കാൾഡ് എന്താ മക്കളെ? പീരിയോഡിക് മോഷൻ. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ എന്തുവാ പീരിയോഡിക് മോഷൻ എന്ന് വെച്ചാല്? പീരിയോഡിക് മോഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓർ എ മോഷൻ. ഇതൊരു പ്രോസസ് ആണ് അല്ലെങ്കിൽ ഇതൊരു മോഷനാണ്, ചലനമാണ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് റിപ്പീറ്റ് ചെയ്യാണ്. ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇത് ആവർത്തിക്കുന്നേ? ഇൻ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം. ഒരു ക്രമമായ സമയം കൊണ്ടാണ് എന്ത് ചെയ്യുന്നേ? ഒരു നിശ്ചിത സമയ ഇടവേളകളിലാണ് ഈ പ്രവർത്തനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിന് എപ്പോഴും ഒരേ സമയം മതി. പറഞ്ഞു മനസ്സിലായല്ലോ? അത്തരം മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുക. പരീക്ഷയ്ക്ക് പീരിയോഡിക് മോഷൻ എക്സാമ്പിൾസ് ചോദിച്ചാൽ നിങ്ങൾ പറയുക റൊട്ടേഷൻ ഓഫ് എർത്ത്, റെവല്യൂഷൻ ഓഫ് എർത്ത്, അതുപോലെ പിന്നെ എന്തൊക്കെയാ? മോഷൻ ഓഫ് മിനിറ്റ് ഹാൻഡ് ഇൻ ക്ലോക്ക്, മോഷൻ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഇൻ ക്ലോക്ക്, മോഷൻ ഓഫ് അവർ ഹാൻഡ് ഇൻ ക്ലോക്ക്. അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പീരിയോഡിക് മോഷന് എക്സാമ്പിൾ ആണ്. സംശയം വല്ലതും ഉണ്ടോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? പീരിയോഡിക് മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം ആണ് ടൈം പീരീഡ്. ഇതോ മക്കളെ, ടൈം പീരീഡ്. പീരിയോഡിക് മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം ആണ് ടൈം പീരീഡ്. അതായത് പീരിയോഡിക് മോഷൻ നടത്താൻ ഒരു വസ്തുവിന് എത്രമാത്രം സമയം ആവശ്യമാണോ ആ സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആ വസ്തുവിന്റെ എന്ത്? ടൈം പീരീഡ്. ഇപ്പം എടുക്കുകയാണ്, ഭൂമിയുടെ റെവല്യൂഷൻ എടുക്കുകയാണ്. ഭൂമിക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ റെവല്യൂഷൻ നടത്താൻ എത്ര സമയം വേണോന്നാ ഞാൻ പറഞ്ഞേ? 24 മണിക്കൂറല്ലേ വേണ്ടേ? 24 മണിക്കൂർ കൊണ്ടല്ലേ എവിടെ തന്നെ കറങ്ങി തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചെത്തുന്നേ. ആ 24 മണിക്കൂറാണ് ഈ ഭൂമിയുടെ എന്തെന്ന് പറയുന്നേ? ടൈം പീരീഡ്. അതായത് പീരിയോഡിക് മോഷൻ നടത്താൻ ഒരു വസ്തുവിന് ആവശ്യമായ സമയത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ടൈം പീരീഡ് എന്ന് വിളിക്കുക. ഇപ്പം റെവല്യൂഷൻ ഓഫ് എർത്തിന്റെ കേസിൽ ഭൂമിയുടെ ടൈം പീരീഡ് എത്രയായിരിക്കും? 24 മണിക്കൂർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, ഭൂമി റൊട്ടേറ്റ് ചെയ്യത്തില്ലേ സൂര്യന് ചുറ്റും? ആ സമയത്ത് ഭൂമിയുടെ ടൈം പീരീഡ് എത്ര ആയിരിക്കും?
365 ദിവസമായിരിക്കും ഏകദേശം. അതുപോലെ തന്നെ ഒരു മിനിറ്റ് ഹാൻഡ് ഉണ്ടല്ലോ, മിനിറ്റ് ഹാൻഡ് ക്ലോക്കിലെ അതിന്റെ ടൈം പീരീഡ് എത്ര ആയിരിക്കും? മിനിറ്റ് ഹാൻഡ് എപ്പോഴും അവിടെ തന്നെ വന്ന് ചേരുന്നേ? 1 മിനിറ്റ് അല്ലെങ്കിൽ എത്ര സെക്കൻഡ്? 60 സെക്കൻഡ് സമയം കൊണ്ട് അല്ലെങ്കിൽ 1 മിനിറ്റ് സമയം എടുത്തായിരിക്കും മിനിറ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നേ? അവിടെ തന്നെ വന്ന് ചേരുന്നത്. കറക്റ്റ് അല്ലേ പറഞ്ഞേ? അതുപോലെ തന്നെ അവർ ഹാൻഡിന്റെ ടൈം പീരീഡ് എത്ര ആയിരിക്കും? അവർ ഹാൻഡ് എത്ര സമയം എടുക്കും? 12 മണിക്കൂർ എടുക്കത്തില്ലേ? 12 മണിക്കൂർ സമയം കൊണ്ടല്ലേ അത് എവിടെ തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചെത്തത്തുള്ളൂ. അതാണ് അതിന്റെ ടൈം പീരീഡ്. അപ്പൊ പരീക്ഷയ്ക്ക് പീരിയോഡിക് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് ടൈം പീരീഡ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കി എഴുതണം. ഓക്കെ ആണല്ലോ? പീരിയോഡിക് മോഷന് ആവശ്യമായിട്ടുള്ള സമയത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആ വസ്തുവിന്റെ ടൈം പീരീഡ് എന്ന് വിളിക്കുക. കാര്യം പിടികിട്ടിയോ? അപ്പൊ എന്തുവാ മക്കളെ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞേ? ഇതൊരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഇതെന്താണ്? ഒരു മോഷനാണ്. ഈ മോഷൻ അതല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഇതെന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെ ആവർത്തിക്കുന്നേ? ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം എടുത്തായിരിക്കും എന്ത് ചെയ്യുന്നേ? ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു നിശ്ചിത സമയം കൊണ്ടായിരിക്കും ഈ പ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അത്തരം മോഷൻസിനെയാണ് അല്ലെങ്കിൽ അത്തരം പ്രോസസ്സുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പറ മക്കളെ, പീരിയോഡിക് മോഷൻ. പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ ഞാൻ ചൂരലെടുത്ത് ഓടിച്ചെന്ന് ഒരു കുട്ടിയെ അടിച്ചു, എന്നിട്ട് ഓടി ഇവിടെ വന്നു, എനിക്ക് 5 മിനിറ്റ് സമയം എടുത്ത്. വീണ്ടും ഞാൻ ചൂരലെടുത്ത് ഓടിച്ചെന്ന് ആ കുട്ടിയെ പിന്നെ അടിച്ച് ഇവിടെ വന്ന് നിന്ന് വീണ്ടും എനിക്ക് 5 മിനിറ്റ് എടുത്ത്. വീണ്ടും ഞാൻ പോയി കുട്ടിയെ അടിച്ച് ഇവിടെ വന്ന് നിന്ന് 5 മിനിറ്റ് എടുത്ത്. എന്തിന് എക്സാമ്പിൾ അത്? പീരിയോഡിക് മോഷൻ. കാര്യം ടൈം പീരീഡ് അവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ടൈം പീരീഡ് കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് നടത്തുന്ന മോഷൻസിനെ എല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാം മക്കളെ? പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കാം. ഡൗട്ട് വല്ലതും ഉണ്ടോ? നന്നായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ മോഷനെ പറ്റി പഠിക്കാൻ പോവാണ്. രണ്ടാമത്തെ മോഷന്റെ പേരാണ് ഓസിലേറ്ററി മോഷൻ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തത് ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഓസിലേറ്ററി മോഷൻ. ഹെഡിങ് എഴുതിയല്ലോ, ശ്രദ്ധിച്ചേ. അപ്പൊ എന്താണ് ഓസിലേറ്ററി മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഒരു ത്രെഡ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു നൂലുണ്ട്. ഈ നൂലിൻ്റെ അറ്റത്തായിട്ട് ഞാനൊരു കല്ലിനെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു നൂലുണ്ട്. ഈ നൂലിൻ്റെ അറ്റത്തായിട്ട് ഞാൻ ആരെയാ കെട്ടിയിട്ടിരിക്കുന്നേ? ഒരു കഷ്ണം കല്ല് ഞാനിങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. പറഞ്ഞു മനസ്സിലായോ? അതിനുശേഷം ഈ കല്ലിനെ ഞാനൊരു ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഞാൻ അങ്ങ് റിലീസ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യായിരിക്കും? ഈ കല്ല് അങ്ങോട്ട് മൂവ് ചെയ്യും, ഇങ്ങോട്ട് മൂവ് ചെയ്യും, അതുപോലെ വീണ്ടും ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും, തിരിച്ചു മൂവ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കല്ല് ആദ്യം ഇവിടെയായിരുന്നു നിന്നത്. ഇതാണ് ഈ കല്ലിന്റെ മീൻ പൊസിഷൻ എന്നറിയപ്പെടുന്നത്. എന്ത് പൊസിഷനാണ് മക്കളെ? നമ്മൾ മോഷൻ നടത്തുന്നതിന് മുമ്പ് ഈ വസ്തു എവിടെയാണോ ഇരിക്കുന്നത് ആ പൊസിഷനെ അല്ലെങ്കിൽ ആ ഒരു പ്ലേസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ആ വസ്തുവിന്റെ മീൻ പൊസിഷൻ. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ കല്ലിനെ എന്ത് ചെയ്യുന്നേ? ഇവിടെ കൊണ്ടുവച്ച് ഞാൻ റിലീസ് ചെയ്തത്. അപ്പൊ അതെന്ത് ചെയ്ത്? ഈ സൈഡിലേക്ക് മൂവ് ചെയ്ത് തിരിച്ച് സെയിം ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത്. നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് മൂവ് ചെയ്യുന്ന സമയത്തെല്ലാം ഏത് പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ട്? ഈ മീൻ പൊസിഷൻ എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഓസിലേറ്ററി മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തു അതിന്റെ മീൻ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ മീൻ പൊസിഷനിൽ നിന്നും മുൻപിലേക്കും അതുപോലെ തന്നെ ബാക്കിലേക്കും ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തുക. എന്തോ ടു ആൻഡ് ഫ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിലേക്കും അതുപോലെ തന്നെ പിന്നിലേക്കും അങ്ങനെ നടത്തുന്ന മോഷൻസിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് എന്തെന്ന് വിളിക്കുക? ഓസിലേറ്ററി മോഷൻ. അപ്പൊ എന്ത് ഓസിലേറ്ററി മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തു അതിന്റെ മീൻ പൊസിഷനിൽ നിന്നും നടത്തുന്ന ടു ആൻഡ് ഫ്രോ മോഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഓസിലേറ്ററി മോഷൻ. ഇപ്പൊ നൂലിനകത്ത് കല്ല് കെട്ടിയിട്ട് ഓസിലേറ്റ് ചെയ്യിക്കുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഓസിലേറ്ററി മോഷൻ എക്സാമ്പിൾ ആണ്. ഒരു കുട്ടി ഇരുന്ന് ഊഞ്ഞാലാടുന്നു, അതെന്തിന് എക്സാമ്പിളാ? ഓസിലേറ്ററി മോഷൻ. അത് ഇരുന്നിട്ട് ഇങ്ങനെ ഓടി വന്നിട്ട് ഇങ്ങനെ വിടത്തില്ലേ? അപ്പൊ എവിടാണോ ഇരുന്നത് ആ പോയിന്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയല്ലേ? അത് ഓസിലേറ്ററി മോഷൻ ആണ്. ഇനി ഒരു സ്പ്രിംഗ് എടുത്ത് കംപ്രസ് ചെയ്ത് ഞാൻ റിലീസ് ചെയ്താലേ അത് കിടന്നിനെ വൈബ്രേറ്റ് ചെയ്യത്തില്ലേ? അപ്പൊ നേരത്തെ എവിടെ ഇരുന്നോ അതിലൂടെ വീണ്ടും വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ? അതൊക്കെ എന്തിന് എക്സാമ്പിളാ മക്കളെ? ഓസിലേറ്ററി മോഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. ഒരു ഒബ്ജക്റ്റ് അതിന്റെ മീൻ പൊസിഷനിൽ നിന്നും, എന്താ മീൻ പൊസിഷൻ?
അതിന്റെ യഥാർത്ഥ സ്ഥാനം. മോഷൻ തുടങ്ങുന്നതിന് മുമ്പ് അത് എവിടെയാണോ ഇരിക്കുന്നത് അതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത് മീൻ പൊസിഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് അതിന്റെ മീൻ പൊസിഷനിൽ നിന്നും മുൻപിലേക്കും പിന്നിലേക്കും നടത്തുന്ന ആ ഒരു മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഓസിലേറ്ററി മോഷൻ. മലയാളത്തിൽ ദോലനം എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഊഞ്ഞാലാടുന്നത്, ഈ നൂലിനകത്ത് കല്ല് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കുന്നത്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഓസിലേറ്ററി മോഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. ഇതിന്റെ ഡെഫിനിഷൻ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു ആൻഡ് ഫ്രോ മോഷൻ. ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് വെച്ചാൽ മുന്നിലേക്കും പിന്നിലേക്കുമുള്ള മോഷനാണ്. ഇറ്റ് ഈസ് ടു ആൻഡ് ഫ്രോ മോഷൻ എബൌട്ട് എ മീൻ പൊസിഷൻ. എബൌട്ട് എ മീൻ പൊസിഷൻ. ഇത്രയേ ഉള്ളൂ ഓസിലേറ്ററി മോഷന്റെ ഡെഫിനിഷൻ. എന്ത് ഓസിലേറ്ററി മോഷൻ? ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. മീൻസ് മുന്നിലേക്കും പിന്നിലേക്കുമുള്ള മോഷനാണ്. എതിലേക്കൂടെ ആയിരിക്കും അതിനെ പോയിക്കൊണ്ടിരിക്കുന്നത്? എബൌട്ട് എ മീൻ പൊസിഷൻ. അതിന്റെ മീൻ പൊസിഷനിൽ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മീൻ പൊസിഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് മുന്നോട്ടും പിന്നോട്ടും എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് എന്തിന് എക്സാമ്പിൾ? ഓസിലേറ്ററി മോഷന് എക്സാമ്പിൾ. അതാണ് ഓസിലേറ്ററി മോഷന്റെ ഡെഫിനിഷൻ. എക്സാമ്പിൾസ് മനസ്സിലായല്ലോ. ഊഞ്ഞാലിന്റെ മോഷൻ, അതുപോലെ തന്നെ സിമ്പിൾ പെൻഡുലം എന്ന് കേട്ടിട്ടില്ലേ? 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ സിമ്പിൾ പെൻഡുലം? അതിന്റെ മോഷൻ എന്തിന് എക്സാമ്പിൾ ആണ്? ഓസിലേറ്ററി മോഷൻ എക്സാമ്പിൾ ആണ്. സ്പ്രിങ്ങിന്റെ മോഷൻ, സ്പ്രിങ്ങിനെ നമ്മൾ ഫോഴ്സ് കൊടുത്ത് കംപ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഫോഴ്സ് കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യാണ്. അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? എന്തിന് എക്സാമ്പിൾ ആണ്? ഓസിലേറ്ററി മോഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. ഡൗട്ട് വല്ലതും ഉണ്ടോ? അപ്പൊ നമ്മൾ 2 ടൈപ്പ് മോഷനെ പറ്റി പരിചയപ്പെട്ടല്ലോ. ഫസ്റ്റ് ഏതായിരുന്നു? പീരിയോഡിക് മോഷൻ. സെക്കൻഡ് ഏതായിരുന്നു? ഓസിലേറ്ററി മോഷൻ. എന്താ പീരിയോഡിക് മോഷൻ? റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം കൊണ്ട് റിപ്പീറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മോഷൻ അല്ലെങ്കിൽ പ്രോസസ്, അതിനാണ് എന്തെന്ന് വിളിക്കുക? പീരിയോഡിക് മോഷൻ. എക്സാമ്പിൾ അറിയാലോ. എന്ത്? ഓസിലേറ്ററി മോഷൻ. മീൻ പൊസിഷനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു ഒബ്ജക്റ്റ് ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തുകയാണെങ്കിൽ, മുന്നിലേക്കും പിന്നിലേക്കും മൂവ് ചെയ്യുകയാണെങ്കിൽ, അത്തരം മോഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് മോഷൻ? ഓസിലേറ്ററി മോഷൻ. എക്സാമ്പിൾസ് മനസ്സിലായല്ലോ. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സിമ്പിൾ പെൻഡുലത്തിന്റെ മോഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യല്ലേ, അല്ലെങ്കിൽ കല്ല് കെട്ടിയിട്ട് മൂവ് ചെയ്യിക്കുന്നതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഈ പറഞ്ഞിരിക്കുന്ന ഓസിലേറ്ററി മോഷൻ എക്സാമ്പിൾ ആണ്. സ്പ്രിങ്ങിന്റെ മൂവ്മെന്റും എന്തിന് എക്സാമ്പിൾ ആണ്? ഓസിലേറ്ററി മോഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞേ? സ്പ്രിങ്ങിനെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് നേരത്തെ എവിടെയാണോ ഇരുന്നത് ആ പോയിന്റിലൂടെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ. പറഞ്ഞ് മനസ്സിലായല്ലോ. ഡൗട്ട് വല്ലതും ഉണ്ടോ? നന്നായിട്ട് മനസ്സിലായേ? ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഓസിലേറ്ററി മോഷനുമായിട്ട് ബന്ധപ്പെട്ട 1-2 ടേംസ് ആണ്. ഓക്കെ. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഡിസ്പ്ലേസ്മെന്റ്. ഓസിലേറ്ററി മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ലീനിയർ മോഷനകത്ത് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ ഓസിലേറ്ററി മോഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റുകളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കി, ഒരു നൂലുണ്ട്. ആ നൂലിന്റെ അറ്റത്ത് ഒരു കല്ല് ഞാനിങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ. ഇതിനെ ഞാൻ താണ്ട ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ റിലീസ് ചെയ്യുകയാണ്. അപ്പൊ ഈ കല്ല് എന്ത് ചെയ്യും? ഇങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. ഇത് എന്തുതരം മോഷൻ എക്സാമ്പിൾ ആണ് മക്കളെ? ഇതൊരു ഓസിലേറ്ററി മോഷന് എക്സാമ്പിൾ ആണ്. ഇതിന്റെ മീൻ പൊസിഷൻ ആണ് ഇതാണ്ട് ഇവിടെയാണ് ഇതിന്റെ മീൻ പൊസിഷൻ വരുന്നത്. പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ്. ഇപ്പം ഇതായിരുന്നല്ലോ മീൻ പൊസിഷൻ. ഇവിടുന്ന് ഞാൻ ഇതിനെ ഇവിടെ അല്ലേ കൊണ്ടുവച്ചേ. ഈ സമയത്തുള്ള ഈ ഒരു മാസിന്റെ, സ്പെറിക്കൽ ബോഡിയുടെ, ഈ ഒരു സ്റ്റോണിന്റെ, ഈ ഒരു കല്ലിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പം മീൻ പൊസിഷൻ ഇവിടെയായിരുന്നു. ഇവിടുന്ന് ഈ കല്ലിപ്പം ഇവിടെ നിൽക്കുകയല്ലേ. ഈ സമയത്ത് ഉള്ള ഈ കല്ലിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നേ ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഈ കല്ല് ഇവിടുന്ന് കണ്ട് ഇവിടെ പോയെന്ന് വെച്ചു, ഇവിടെ എത്തിച്ചേർന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എവിടുന്ന് എവിടെ വരെ ആയിരിക്കും? ഇത് ഓൾറെഡി ഉണ്ട്, പിന്നെ ഇതും ഉണ്ടല്ലോ. ശരിയല്ലേ പറഞ്ഞേ? അപ്പം ഈ ഡിസ്പ്ലേസ്മെന്റും ഈ ഡിസ്പ്ലേസ്മെന്റൂടെ കൂട്ടുക, അതായിരിക്കും ഇപ്പൊ ഈ കല്ലിന് എന്തെന്ന് പറയുന്നേ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഈ കല്ല് താണ്ടി ഇവിടുന്ന് തിരിച്ച് ഇവിടെ തന്നെ വന്നെന്ന് വെച്ചോ. ഇപ്പൊ എത്ര ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ്? ഇത് കൂട്ടണം, പിന്നെ അതിന്റെ കൂടെ ഇത് കൂട്ടണം, ഇത് കൂട്ടണം, അതിന്റെ കൂടെ ഇത് കൂട്ടണം.
ഇപ്പോഴാണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആയത്. ശരിയല്ലേ പറഞ്ഞേ? ഈ കല്ല് താണ്ട് ഇവിടുന്ന് ഇവിടെ പോയിട്ട് ഇവിടെ എത്തുമ്പം അങ്ങോട്ട് പോയ ഡിസ്പ്ലേസ്മെന്റും കൂട്ടണം, തിരിച്ച് ഇങ്ങോട്ട് വന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യണം? കൂട്ടണം. ഇനി ഇവിടെ എത്തുമ്പോഴോ ഇങ്ങോട്ട് പോയത് പ്ലസ് ചെയ്യണം, അതിനോടൊപ്പം തന്നെ ഇങ്ങോട്ട് വന്നതും ഇതിനോടൊപ്പം തന്നെ പ്ലസ് ചെയ്യണം, എങ്കിലല്ലേ ടോട്ടൽ കിട്ടത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഓസിലേറ്ററി മോഷന്റെ കേസിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ പ്രത്യേകത ഇത് തുടർച്ചയായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? എപ്പോഴും ഇത് കോൺസ്റ്റന്റ് ആണോ? അല്ല. ഈ വസ്തു മൂവ് ചെയ്യുന്നതനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക മക്കളെ? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഇതിന്റെ പ്രത്യേകത ഓസിലേറ്ററി മോഷനിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം പിടികിട്ടിയോ? നോക്കി, മീൻ പൊസിഷൻ സമയത്ത് കല്ല് ഇവിടെ നിൽക്കുക. ഇപ്പൊ എത്ര ഡിസ്പ്ലേസ്മെന്റ്? തുടക്കത്തില് ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, 0 ആണ്. ഈ കല്ലിനെ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചെന്ന് വെച്ചു, ഇതൊരു 5 മീറ്റർ മൂവ് ചെയ്തിരിക്കട്ടെ, ഇത്രയൊന്നും വരുത്തില്ലെങ്കിൽ ഇരുന്നോട്ടെ, 5 മീറ്റർ ഇരുന്നോട്ടെ. അപ്പം ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്ര? 5 മീറ്റർ ആണല്ലോ. ഇത് തിരിച്ചു താണ്ട് അവിടുന്ന് ഇവിടെ വന്നെന്ന് വെച്ചോ, ഇപ്പൊ മൊത്തം എത്ര ആയി കാണും? 10 ആയി കാണത്തില്ലേ? ഇതും 5 തന്നെ ആണെന്ന് വെച്ചോ. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോ എത്ര ആയി? 10 5 എത്ര ആയി? 15 ആയില്ലേ? തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോ 15 5 എത്ര ആയി? 20 ആയി. അപ്പം ഈ സ്റ്റോൺ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? തുടർച്ചയായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അത്തരത്തില് ഒരു ഓസിലേറ്ററി മോഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. പറഞ്ഞു മനസ്സിലായല്ലോ? ഇവിടെ വേറൊരു ടൈപ്പ് ഡിസ്പ്ലേസ്മെന്റും കൂടി ഉണ്ട്. ഈ കല്ല് മൂവ് ചെയ്യിക്കുന്ന സമയത്തേ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാകുന്നില്ലേ? ശരിയല്ലേ പറഞ്ഞേ? ഈ കല്ല് ഇവിടെ ഇരുന്ന സമയത്ത് ഇവിടെ ആംഗിൾ ഒന്നും ഇല്ല. ഈ മീൻ പൊസിഷനിൽ നിന്ന് ഈ കല്ലിനെ അങ്ങോട്ട് മൂവ് ചെയ്യിച്ച സമയത്ത് ഇതായിരുന്നു മീൻ പൊസിഷൻ. അപ്പൊ മീൻ പൊസിഷനിൽ നിന്നും ഈ കല്ല് കെട്ടിയിരിക്കുന്ന നൂലില് ഒരു ആംഗിൾ ഉണ്ടായില്ലേ മക്കളെ? അതിനെ ഞാൻ തീറ്റ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഈ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേര് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. ഇത് ഡിസ്പ്ലേസ്മെന്റ് മക്കളെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഇതിന്റെ പ്രത്യേകത എന്ത് തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇതും കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തോണ്ടിരിക്കുക? ചേഞ്ച് ചെയ്തോണ്ടിരിക്കുകയല്ലേ? അങ്ങോട്ട് നീങ്ങുന്നതനുസരിച്ച് ഈ ആംഗിൾ എന്ത് ചെയ്യും? കൂടി 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 വരും. ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ഈ ആംഗിൾ എന്ത് ചെയ്യും? കുറഞ്ഞു 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 വരും. ഇവിടുന്ന് പിന്നെയും ഇങ്ങോട്ട് പോകുന്നതനുസരിച്ചോ അത് കൂടി 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 വരും. പിന്നെ അത് കുറഞ്ഞു 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 വരും. അപ്പൊ അങ്ങനെ തുടർച്ചയായിട്ട് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റും ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചേഞ്ച് ചെയ്യാണ്. എന്തുവാ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് മനസ്സിലായോ? മീൻ പൊസിഷനിൽ കല്ലിരിക്കുന്ന സമയത്ത് ആ നൂലുണ്ടല്ലോ, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് വിചാരിക്കുക. ഈ കല്ലിനെ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ട് റിലീസ് ചെയ്യാണ്. അപ്പൊ ഇവിടെ കൊണ്ട് വെക്കുന്ന സമയത്ത് നൂല് വീണ്ടും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യിക്കുമല്ലോ. ഈ സമയത്ത് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ വന്ന് ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. മീൻ പൊസിഷനിൽ ഇരിക്കുന്ന കല്ലും പ്രസന്റ് പൊസിഷനിൽ കല്ല് എവിടാണോ ഇരിക്കുന്നത് ആ സമയത്ത് നൂലുമായിട്ടുണ്ടാകുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. കാര്യം പിടികിട്ടിയോ? സംശയം വല്ലതും ഉണ്ടോ? അപ്പം ഡിസ്പ്ലേസ്മെന്റും ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റും ടൈം മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഈ കല്ല് മൂവ് ചെയ്യുന്നതനുസരിച്ച് അത് തുടർച്ചയായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം പിടികിട്ടിയല്ലോ? അപ്പം ഓസിലേറ്ററി മോഷനുമായിട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ വെച്ചേക്കണം. കാര്യം പിടികിട്ടിയല്ലോ? ഇത് തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. ഇനി ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓസിലേറ്ററി മോഷനുമായിട്ട് ബന്ധപ്പെട്ട നെക്സ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പേരെന്താണ്? ആംപ്ലിറ്റ്യൂഡ് എന്നാണ്. നോക്കി, നമ്മുടെ കല്ലിന്റെ മീൻ പൊസിഷൻ ഇതല്ലേ? ഇവിടുന്ന് ഈ കല്ലിനെ ഞാൻ താണ്ട് ഇങ്ങനെ വലിച്ചു പിടിച്ച് ഇവിടെ കൊണ്ട് വെച്ചിട്ടാ ഞാൻ എന്ത് ചെയ്യുന്നേ? റിലീസ് ചെയ്യുന്നേ. അപ്പൊ ഈ കല്ല് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇതിങ്ങനെ മൂവ് ചെയ്ത്, ഇതല്ലേ മീൻ പൊസിഷൻ, ഇവിടുന്ന് എന്ത് ചെയ്യും? ഇങ്ങോട്ടങ്ങ് നീങ്ങത്തില്ലേ? എന്നിട്ടല്ലേ തിരിച്ചെങ്ങോട്ട് തന്നെ വരുന്നേ? മീൻ പൊസിഷനിലേക്ക് വരുന്നേ. കറക്റ്റ് അല്ലേ പറഞ്ഞേ? ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മീൻ പൊസിഷനിൽ നിന്നും, എവിടുന്നാണ്? മീൻ പൊസിഷനിൽ നിന്നും ഈ വസ്തുവിനുണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിന്റെ എന്ത്? ആംപ്ലിറ്റ്യൂഡ്. ഇപ്പൊ ഞാൻ ഈ കല്ലിന് ഇവിടെ കൊണ്ട് വെച്ചിട്ട് റിലീസ് ചെയ്തപ്പം അത് ഇവിടെ വരെ പോയെന്ന് വെച്ചു. ഈ 5 മീറ്റർ ആണ് ഈ മീൻ പൊസിഷനിൽ നിന്ന്
ഇതിനുണ്ടായ ഈ ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു 5 മീറ്റർ ആണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? അതിൽ തന്നെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായല്ലോ? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇൻ ആൻ ഓസിലേറ്ററി മോഷൻ ഈസ് കാൾഡ് എന്താണ് മക്കളെ? ആംപ്ലിറ്റ്യൂഡ്. ഓസിലേറ്ററി മോഷനില് ഒരു വസ്തുവിനുണ്ടാകുന്ന അതിന്റെ പരമാവധി മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ് അതിന്റെ എന്തെന്നറിയപ്പെടുക? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് അതിന്റെ എന്തെന്നറിയപ്പെടുക? ആംപ്ലിറ്റ്യൂഡ് എന്ന് അറിയപ്പെടുക. നന്നായിട്ട് മനസ്സിലായല്ലോ? സംശയം വല്ലതും ഉണ്ടോ? അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണെന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. ഓക്കെ. നെക്സ്റ്റ്, ഓസിലേറ്ററി മോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചത് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ആംപ്ലിറ്റ്യൂഡ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പീരീഡ്. ടൈം പീരീഡ് എന്നും പറയാറുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് പീരീഡ് എന്ന് പറയാം. എന്താണ് ഓസിലേറ്ററി മോഷനിലെ പീരീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇങ്ങോട്ട് നോക്കണേ. ഞാൻ ഈ ഒരു കല്ലിനെ ഓസിലേറ്റ് ചെയ്യിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? സംശയം വല്ലതും ഉണ്ടോ? ഞാൻ പറയാണ് ഈ കല്ല് ഒരു 10 സെക്കൻഡ് സമയം കൊണ്ട്, എത്ര സെക്കൻഡ് സമയം കൊണ്ടാ? 10 സെക്കൻഡ് സമയം കൊണ്ട് 20 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്തെന്നിരിക്കട്ടെ. എത്ര പ്രാവശ്യം ഓസിലേറ്റ് ചെയ്ത്? എങ്ങനെയാണെന്നറിയാം നമ്മൾ ഓസിലേഷൻ കൗണ്ട് ചെയ്യുന്നേ? ഈ കല്ലുണ്ടല്ലോ, ഇതിനെ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചല്ലോ, എന്നിട്ട് ഞാൻ റിലീസ് ചെയ്യാണ്. അപ്പൊ ഈ കല്ല് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇവിടെ പോയി തിരിച്ച് ഇവിടെ വരുമ്പം ഒരു ഓസിലേഷൻ. വീണ്ടും ഈ കല്ല് തിരിച്ച് ഇവിടെ പോയിട്ട് വീണ്ടും ഇവിടെ തന്നെ എത്തുമ്പം 2 ഓസിലേഷൻ. അങ്ങനെയാണ് എന്ത് കൗണ്ട് ചെയ്യുന്നേ? ഓസിലേഷൻ കൗണ്ട് ചെയ്യുന്നത്. ഞാൻ ഈ കല്ലിനെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യിച്ചിട്ട് എത്ര ഓസിലേഷൻ ഞാൻ കൗണ്ട് ചെയ്ത്? 20 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യിച്ചു. എനിക്ക് എത്ര സമയം എടുത്തു അതിന് വേണ്ടിയിട്ട്? 10 സെക്കൻഡ് സമയം എടുത്തു. അതെങ്ങനെയാ ചെയ്യുന്നേ? ഒരു കല്ല് അങ്ങോട്ട് എടുക്കണം, നൂല് കെട്ടിയിട്ടിട്ട് ഇവിടെ കൊണ്ട് വെക്കണം, എന്നിട്ടൊരു സ്റ്റോപ്പ് വാച്ച് എടുക്കണം, എന്നിട്ട് ഈ സ്റ്റോപ്പ് വാച്ച് ഈ കല്ലും ഒരേ സമയം ഓണാക്കണം. അപ്പൊ ഇത് ഓണാക്കി കല്ലും വിട്ട്. അപ്പൊ ഇതെന്ത് ചെയ്യും? എന്നിട്ട് നിങ്ങൾ ഈ കല്ലിലേക്ക് നോക്കണം, അല്ലാതെ സ്റ്റോപ്പ് വാച്ചിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴാ 10 സെക്കൻഡ് ആകുന്നതെന്ന്. കല്ലിലേക്ക് നോക്കണം. എത്ര വട്ടം നമ്മൾ ഓസിലേറ്റ് ചെയ്യുന്നേ? എത്ര വട്ടം എടുക്കുന്നേ? 20 വട്ടം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനെ 20 പ്രാവശ്യം എന്ത് ചെയ്യണം? ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യിക്കണം. എന്നിട്ട് അതിന് വേണ്ട സമയം കണ്ടുപിടിക്കണം സ്റ്റോപ്പ് വാച്ചിനകത്ത്. ഞാൻ നോക്കിയപ്പം അതെനിക്ക് 10 സെക്കൻഡ് ആണെന്ന് കിട്ടിയത്. പറഞ്ഞു മനസ്സിലായോ? ഈ കല്ലിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യിച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങോട്ട് പോയിട്ട് ഇവിടെ വന്നപ്പം 1 എണ്ണി, ഇവിടെ വന്നപ്പം 2 എണ്ണി, അങ്ങനെ 3, 4, അങ്ങനെ ഞാൻ എത്ര വരെ എണ്ണി? 20 വരെ എണ്ണി. ഇത് ഇവിടെ 20 എത്തിയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? സ്റ്റോപ്പ് വാച്ച് എന്ത് ചെയ്ത്? ഓഫ് ആക്കി. എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് എത്ര കണ്ടത്? 10 സെക്കൻഡ് എന്നാ കണ്ടത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തുവാ? 20 പ്രാവശ്യം ഈ കല്ലിന് ഓസിലേറ്റ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വന്നു? 10 സെക്കൻഡ് സമയം വേണ്ടി വന്നു. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 1 സെക്കൻഡ് സമയം കൊണ്ട് ഇത് എത്ര ഓസിലേറ്റ് ചെയ്യായിരിക്കും? 10 സെക്കൻഡ് കൊണ്ട് 20 വട്ടം ഓസിലേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് സമയം കൊണ്ട് എത്ര പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യായിരിക്കും? പറയടേ. 2 പ്രാവശ്യമല്ലേ ഓസിലേറ്റ് ചെയ്യുന്നേ? ശരിയല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 1 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരുമായിരിക്കും? 1 സെക്കൻഡ് കൊണ്ട് 2 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്തു. ഞാൻ ചോദിച്ചത് എന്തുവാ? 1 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും? നോക്കിയേ, 10 സെക്കൻഡ് സമയം കൊണ്ട് 20 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും? ഈ 10/20 അങ്ങ് ചെയ്താൽ പോരായോ? 20 ഇവിടെ കൊണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ 0 വെട്ടിപ്പോയി 1/2 എന്ന് വരത്തില്ലേ? അതായത് 0.5 സെക്കൻഡ് എന്ന് കിട്ടത്തില്ലേ? അതായത് 1 പ്രാവശ്യം ഈ കല്ലിന് ഓസിലേറ്റ് ചെയ്യാൻ എത്ര സമയം വേണം മക്കളെ? 0.5 സെക്കൻഡ് മതി. ഈ സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ വസ്തുവിന്റെ എന്ത്? ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് എന്ന് വെച്ചാൽ എന്ത് ഉദ്ദേശിക്കുന്നേ? ഒരു കംപ്ലീറ്റ് ഓസിലേഷന് എത്ര സമയമാണോ വേണ്ടി വരുന്നത് ആ സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആ വസ്തുവിന്റെ എന്തെന്ന് പറയുന്നത്? ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ്. ഡൗട്ട് വല്ലതും ഉണ്ടോ? അപ്പൊ എന്തുവാ ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഓസിലേഷന് വേണ്ട ഒരു വസ്തുവിന്റെ സമയമാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? ടൈം പീരീഡ്. കാര്യം പിടിയിട്ടല്ലോ? ഓക്കെ. നമ്മൾ സാധാരണയായിട്ട് ടൈം പീരീഡിനെ ക്യാപിറ്റൽ ടി വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പഠിച്ചു വെച്ചിരിക്കണം. ടൈം പീരീഡിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ടി എന്നാണ്. ഇതൊരു സമയമല്ലേ? ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ഓസിലേഷൻ നടത്താൻ വേണ്ട സമയമല്ലേ ടൈം പീരീഡ്? അതുകൊണ്ട് ഇതിന്റെ യൂണിറ്റ് എന്ത് തന്നെ ആയിരിക്കും? സെക്കൻഡ് തന്നെ ആയിരിക്കും. ടൈം ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് എന്ത് തന്നെ? സെക്കൻഡ്. ഇത്രയും കാര്യങ്ങൾ
നിങ്ങൾ ഓസിലേറ്ററി മോഷനുമായിട്ട് ബന്ധപ്പെട്ട ടൈം പീരീഡിൽ മനസ്സിലാക്കി വെച്ചേക്കണം. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ നടത്താൻ വേണ്ട ഒരു വസ്തുവിന്റെ സമയമാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്, ടൈം പീരീഡ്. ടൈം പീരീഡിനെ നമ്മൾ ടി വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടൈം പീരീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ, സെക്കൻഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓസിലേറ്ററി മോഷനുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ടേം ആണ് ഫ്രീക്വൻസി. ഇത് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലേക്ക് കേട്ടിട്ടുള്ളൊരു ടേം ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ഫ്രീക്വൻസി എന്നാണ് പഠിക്കാൻ പോകുന്നത്. പഠിച്ചു വെക്കണം. തൊട്ട് മുന്നേ നമ്മൾ എന്തോ പഠിച്ചേ, ടൈം പീരീഡ് അല്ലേ പഠിച്ചേ. അതെന്തുവായിരുന്നു ഡെഫിനിഷൻ? എന്തുവാ? ഒരു കംപ്ലീറ്റ് ഓസിലേഷന് വേണ്ട സമയമാണെന്ത്, ടൈം പീരീഡ്. കറക്റ്റ് അല്ലേ പറഞ്ഞേ? ഒരു കംപ്ലീറ്റ് ഓസിലേഷന് വേണ്ട, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ആ ഒരു പ്രോസസ് കൊണ്ടുവരണം. ഒരു കല്ല് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യിക്കുന്നു. അപ്പം ഈ കല്ല് അവിടുന്ന് പോയിട്ട് തിരിച്ച് അവിടെ തന്നെ വരുമ്പം ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ ആയല്ലോ. അതിനെടുക്കുന്ന സമയമാണ് ആ കല്ലിന്റെ എന്തെന്ന് പറയുന്നത്, ടൈം പീരീഡ്. ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ്. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണ്, ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം പീരീഡ് എന്തോ പറയുന്നേ, ഒരു കംപ്ലീറ്റ് ഓസിലേഷന് വേണ്ട സമയം, അതാണ് ടൈം പീരീഡ്. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഓസിലേഷൻസിന്റെ എണ്ണമാണെന്ത്, ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഓസിലേഷൻസിന്റെ എണ്ണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 10 സെക്കൻഡ് കൊണ്ട് എത്ര വട്ടം ഓസിലേറ്റ് ചെയ്ത്, 20. അപ്പൊ ഒരു സെക്കൻഡ് കൊണ്ട് എത്രയാണ് ഞാൻ പറഞ്ഞേ, 2 വട്ടം എന്നല്ല ഞാൻ പറഞ്ഞേ. ഈ 2ആണ് ഇതിന്റെ എന്തെന്ന് പറയുന്നേ, ഫ്രീക്വൻസി. അപ്പൊ എന്തുവാ ഫ്രീക്വൻസി? നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡില് ഉണ്ടാകുന്ന ഓസിലേഷനുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ആ വസ്തുവിന്റെ പറമക്കളെ ഫ്രീക്വൻസി. അപ്പൊ എന്തുവാ ടൈം പീരീഡ്? എന്തുവാ ടൈം പീരീഡ്? ഒരു കംപ്ലീറ്റ് ഓസിലേഷന് വേണ്ട സമയമാണ് എന്തെന്ന് പറയുന്നേ, ടൈം പീരീഡ്. അതിന്റെ യൂണിറ്റ് എന്തുവായിരുന്നു, സെക്കൻഡ് ആണ്. എന്തുവാ ഫ്രീക്വൻസി? അപ്പം ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഓസിലേഷൻസിന്റെ എണ്ണമാണ് ആ വസ്തുവിന്റെ എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി. ഫ്രീക്വൻസിയെ നമ്മൾ സാധാരണയായിട്ട് സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്, ഹെഡ്സ് എന്നാണ് അതിന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫ്രീക്വൻസിയായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തിന്റെ റെസിപ്രോക്കലാ മക്കളെ? എന്തിന്റെ റെസിപ്രോക്കലാണെന്ന് പറഞ്ഞേ, ടൈം പീരീഡിന്റെ. നമ്മൾ ടൈം പീരീഡിനെ എങ്ങനെ വിളിച്ചേ, ടി എന്നല്ലേ വിളിച്ചേ. അപ്പൊ എനിക്ക് പറഞ്ഞുകൂടായോ, എഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തിന്റെ റെസിപ്രോക്കലാ, ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ. അതെങ്ങനെ എഴുതുന്നേ, 1/t. ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. ടൈം പീരീഡിന്റെ റെസിപ്രോക്കലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി. സോ എഫ് ഇക്വൽ ടു എന്തായിരിക്കും, 1/t എന്നായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. വേറൊരു യൂണിറ്റ് കൂടെ പറയാവോ ഈ ഇക്വേഷൻ വെച്ച്? താഴെ ടി അല്ലേ കിടക്കുന്നേ, ടിയുടെ യൂണിറ്റ് എന്തുവാണ് ഞാൻ പറഞ്ഞേ, സെക്കൻഡ് അല്ലേ. അപ്പം അത് മോൾ വരുമ്പോൾ എന്താവും, സെക്കൻഡ് റേസ് ടു -1 ആവത്തില്ലേ. അപ്പൊ എനിക്ക് പറയാം ഹെഡ്സും സെക്കൻഡ് റേസ് ടു -1ഉം എന്തിന്റെ യൂണിറ്റ് തന്നെയാണ്, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് തന്നെയാണ്. കാര്യം പിടികിട്ടിയല്ലോ. സെക്കൻഡ് റേസ് ടു -1ഉം ഹെഡ്സും ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്. സെക്കൻഡ് എന്തിന്റെ യൂണിറ്റ് ആണ്, ടൈം പീരീഡിന്റെ യൂണിറ്റ് ആണ്. ഡൗട്ട് വല്ലതും ഉണ്ടോ, സംശയം വല്ലതും ഉണ്ടോ? കറക്റ്റായിട്ട് കാര്യം മനസ്സിലായേ? ഇതാ ഇങ്ങോട്ട് നോക്കി, നമ്മൾ താണ്ടേ ഈ കല്ലിനെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, തീറ്റ അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിച്ചത്. ഓക്കെ ആണല്ലോ. ഞാൻ പറയാണ്, ഈ കല്ലിന് താണ്ടേ ഞാൻ ഇതിനെ ഇവിടെ കൊണ്ടുവച്ച് ഞാൻ ഇതിനെ റിലീസ് ചെയ്യാണ്. അപ്പൊ ഇതിന് ഇവിടെ എത്തിയ സമയത്ത് ഇത് തീറ്റ ആംഗിൾ ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. ഇവിടെ ഇരുന്ന കല്ലിന് ഇവിടേക്ക് എത്തിച്ചേരാൻ ടി സമയം എടുത്തു എന്നും ഇരിക്കട്ടെ. എത്ര സമയം എടുത്ത്? ഇവിടെ ഇരുന്ന കല്ലിന് ഇവിടേക്ക് എത്തിച്ചേരാൻ എത്ര സമയം എടുത്ത്? ടി സമയം എടുത്ത്. ആ സമയത്തുണ്ടായ ആംഗിൾ എന്താണ്? തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ടായ ആംഗിളിനെ അഥവാ ഈ തീറ്റയെ, ഈ തീറ്റ ഉണ്ടാകാനെടുത്ത സമയമുണ്ടല്ലോ അതെത്ര? ആ ടി വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഒമേഗ. എന്ത് വിളിക്കുന്നേ?
ഇതൊക്കെ നേരത്തെ പഠിച്ച ഒമേഗ എന്ന് വെച്ചാൽ ആംഗുലാർ വെലോസിറ്റി എന്ന് അറിയപ്പെടുന്നത്. എന്തെന്നറിയപ്പെടുന്നത്? ആംഗുലാർ വെലോസിറ്റി. അപ്പൊ എന്തു ആംഗുലാർ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഇസിക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ടി. എന്തുവാ തീറ്റ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആംഗുലാർ വെലോസിറ്റി അഥവാ ഒമേഗ എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ? സംശയം വല്ലതും ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ടൈം പീരീഡ് എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നോ മക്കളെ? എന്തുവാ ടൈം പീരീഡ്? ഒരു കംപ്ലീറ്റ് ഓസിലേഷന് വേണ്ട സമയമാണല്ലോ ടൈം പീരീഡ്. ഈ ടൈം പീരീഡ് നമുക്ക് വേറൊരു രീതിയിലും കണ്ടുപിടിക്കാം. ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു, നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം, 2π ഡിവൈഡഡ് ബൈ ഒമേഗ. എന്തുവാ ഒമേഗ? ആംഗുലാർ വെലോസിറ്റി ആണ്. പൈയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ആംഗുലാർ വെലോസിറ്റിയും ഈ 2πയും പരസ്പരം ഡിവൈഡ് ചെയ്താൽ മതി, നമുക്ക് ആ വസ്തുവിന്റെ എന്ത് കിട്ടും മക്കളെ? ടൈം പീരീഡ് കിട്ടും. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. പറഞ്ഞു മനസ്സിലായല്ലോ? ടൈം പീരീഡ് ടി ഇസിക്വൽ ടു എന്തായിരിക്കും? 2π ഡിവൈഡഡ് ബൈ ഒമേഗ ആയിരിക്കും. ഒമേഗ എന്ന് വെച്ചാൽ എന്തുവാ? വസ്തുവിന്റെ ആംഗുലാർ വെലോസിറ്റി ആണ്. 2π നിങ്ങൾക്കറിയാം. അതും ഇതുകൂടെ പരസ്പരം ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും മക്കളെ? അതിന്റെ ടൈം പീരീഡ് ആയിരിക്കും. കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞു ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ് ആര്? ഫ്രീക്വൻസി. ടിക്ക് എനിക്ക് 2π ബൈ ഒമേഗ എന്ന് എഴുതാമെങ്കിൽ എഫിന് അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? റെസിപ്രോക്കൽ അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? ഇയാളെ തിരിച്ചിട്ടാ പോരായോ? അപ്പൊ എന്ത് വരുന്നേ? ഒമേഗ ഡിവൈഡഡ് ബൈ 2π. ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ് മക്കളെ? ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആണ്. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ടൈം പീരീഡ് ഇസിക്വൽ ടു 2π ബൈ ഒമേഗ ആണെങ്കിൽ ഫ്രീക്വൻസി ഇസിക്വൽ ടു എന്തായിരിക്കും? ഒമേഗ ഡിവൈഡഡ് ബൈ 2π ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടൈം പീരീഡും ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണല്ലോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? എന്തുവാ ടൈം പീരീഡ്? ഓസിലേറ്ററി മോഷനില് ഒരു വസ്തുവിന് ഒരു കംപ്ലീറ്റ് ഓസിലേഷന് വേണ്ട സമയം, അതാണ് അതിന്റെ എന്ത്? ടൈം പീരീഡ്. എന്തുവാ യൂണിറ്റ്? അതിന്റെ സെക്കൻഡ്. എന്തുവാ അതിന്റെ സിമ്പല്? ടി ആണ്. ടി കാണുന്ന ഇക്വേഷൻ എന്തോ ഞാൻ പറഞ്ഞേ? 2π ഡിവൈഡഡ് ബൈ ഒമേഗ. ഓക്കെ. ഇനി എന്തുവാ മക്കളെ ഫ്രീക്വൻസി എന്ന് വെച്ചാല്? ഫസ്റ്റ് തന്നെ നിങ്ങൾ പറയണം, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല് എന്തിന്റെ റെസിപ്രോക്കൽ ആണ്? ടൈം പീരീഡിന്റെ. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. അതാണ് എന്ത്? ഫ്രീക്വൻസി. അതല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഓസിലേഷനുകളുടെ എണ്ണമാണ് ആ വസ്തുവിന്റെ എന്ത്? ഫ്രീക്വൻസി. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ അതിനെടുത്ത സമയം. അങ്ങനെ നമുക്ക് പറയാം. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഒരു സെക്കൻഡിൽ ഉണ്ടായ ഓസിലേഷൻസിന്റെ എണ്ണമല്ലേ ഫ്രീക്വൻസി? ഫ്രീക്വൻസിയുടെ സിമ്പൽ എന്തുവാ? സ്മോൾ ലെറ്റർ എഫ്. അതിന്റെ യൂണിറ്റ് എന്തുവാ? ഹെഡ്സ്. മറ്റൊരു യൂണിറ്റ് എന്തുവാ? സെക്കൻഡ് റേസ് ടു -1. ഇത് കണ്ടുപിടിക്കുന്ന മറ്റൊരു ഇക്വേഷൻ എന്തോ ഞാൻ പറഞ്ഞേ? ഒമേഗ ഡിവൈഡഡ് ബൈ 2π. കാരണം ടൈം പീരീഡിന്റെ എന്തായതുകൊണ്ടാ? റെസിപ്രോക്കൽ ആയതുകൊണ്ടാണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഒരു 2 മിനിറ്റ് സമയം കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയും ഒന്ന് വായിച്ച് മനസ്സിലാക്കി. പീരിയോഡിക് മോഷൻ, ഓസിലേറ്ററി മോഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, പിന്നെ എന്തൊക്കെയാ നമ്മൾ പഠിച്ചേ? ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ടൈം പീരീഡ്. ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി. ശ്രദ്ധിച്ചേ, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ആ പേര് മനസ്സിലേക്ക് അങ്ങ് തുളച്ച് കയറ്റണം. എന്തോ പേര്? സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതിനെ നമ്മൾ ഷോർട്ട് ഫോമിലേക്ക് മാറ്റിയാൽ SHM എന്ന് എഴുതാറുണ്ട്. നോട്ട്സ് ഒക്കെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വരുന്ന സമയത്ത് നേരത്തെ പിടിച്ചങ്ങ് എഴുതാതെ എന്തെന്ന് എഴുതിയാൽ മതി? SHM എന്ന് എഴുതിയാൽ മതി. മനസ്സിലാവുമല്ലോ പഠിക്കുമ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന്.
പക്ഷെ പരീക്ഷയ്ക്ക് എഴുതുമ്പം എങ്ങനെ തന്നെ എഴുതണം? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് തന്നെ എഴുതണം. ഇതാ ഇവിടെ നോക്കണേ. എഗെയിൻ എൻ്റെ കയ്യിൽ ഒരു നൂല്, വീണ്ടും എൻ്റെ കയ്യിൽ സെയിം കല്ല്. ഈ കല്ലിനെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ കൊണ്ട് വെച്ചു, റിലീസ് ചെയ്തു. കല്ല് എന്ത് ചെയ്യും? ഈ മീൻ പൊസിഷനിൽ കൂടെ അങ്ങോട്ട് പോകും, തിരിച്ചിങ്ങോട്ട് വരും. അങ്ങനെ തുടർച്ചയായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും മക്കളെ? ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ശരിയല്ലേ പറഞ്ഞേ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഈ കല്ലിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കല്ലിനകത്ത് ഒരു ഫോഴ്സ് ഉണ്ടാകും. കല്ലിനകത്ത് എന്തുണ്ടാകും? ഈ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നാണ്. ഇതെന്താ വിളിക്കുന്നേ? റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു. ഒരു കല്ലിനെ നമ്മൾ ഇവിടെ കൊണ്ടുവച്ച് റിലീസ് ചെയ്താൽ ഈ കല്ലിങ്ങനെ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കല്ലിനകത്ത് എന്തുണ്ടാകുമെന്നാ ഞാൻ പറഞ്ഞ? ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സിന്റെ പേരെന്താ മക്കളെ? റീസ്റ്റോറിംഗ് ഫോഴ്സ്. അതായത് ഈ കല്ല് ഞാൻ റിലീസ് ചെയ്തല്ലോ, അപ്പൊ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ കല്ലിനകത്ത് ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ത് ചെയ്യും? ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് ശ്രമിക്കുന്നതേ ഈ കല്ലിനെ എങ്ങോട്ട് മൂവ് ചെയ്യിക്കാനാ? ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാനാ. പക്ഷെ ഫോഴ്സ് എങ്ങോട്ടാ ഉണ്ടായത്? പറ. കല്ലെങ്ങോട്ടാ മൂവ് ചെയ്യിക്കുന്നേ? കല്ല് ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യിക്കുന്നേ? അപ്പൊ കല്ലിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ? അത് ഇങ്ങോട്ടാ. പക്ഷെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടാ ഉണ്ടാവുന്നേ? തിരിച്ചിങ്ങോട്ടാ. അതുകൊണ്ടാ ഈ കല്ല് എന്ത് ചെയ്യുന്നേ? ഇവിടെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉള്ളതുകൊണ്ടാ. ഇനി ഈ കല്ല് അങ്ങോട്ട് പോകുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ഉണ്ടാവുന്നേ? ഇങ്ങോട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈ കല്ല് അവിടെ ചെന്നിട്ട് ഇത് ഇങ്ങോട്ട് വരുന്നേ? ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ട് ഫോം ചെയ്യുന്നോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഈ കല്ലിനുണ്ടാകുന്ന എന്തെന്ന് പറയുന്നേ? ഡിസ്പ്ലേസ്മെന്റ്. പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ ഞാൻ കല്ല് റിലീസ് ചെയ്തില്ലേ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ. അപ്പൊ അതിന്റെ അർത്ഥം റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ? ഇങ്ങോട്ടാണ്. റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓൾവേസ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇത്തരം മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് മോഷൻ? സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതായത് ഒരു വസ്തു അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് പറയണമെങ്കിൽ ആ വസ്തു മൂവ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുകയും ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ വസ്തു മൂവ് ചെയ്യുന്നത് എതിലേക്കൂടെ ആയിരിക്കും? മീൻ പൊസിഷനിൽ കൂടെ ആയിരിക്കും. അത്തരം മോഷൻസിനെയാണ് നമ്മൾ എന്ത് മോഷൻ എന്ന് വിളിക്കുക മക്കളെ? സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വസ്തുവിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ എന്താ നമ്മൾ വിളിക്കുക? റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നല്ലേ വിളിക്കുന്നേ. ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റും റീസ്റ്റോറിംഗ് ഫോഴ്സ് നമ്മളെ ബന്ധം എന്തുവാ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. പക്ഷേ ഇവര് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്നുവെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നേ? റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ എമൗണ്ട് കൂടുന്നതനുസരിച്ച് ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യും? എന്നാലും നോക്കിയേ, ഈ കല്ല് ഇങ്ങോട്ട് വരികയല്ലേ, അപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇങ്ങോട്ടല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ. അതിന്റെ അളവ് കൂടിയാൽ ഈ കല്ല് അങ്ങോട്ട് എന്ത് ചെയ്യും? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പോകും. അപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്തും ഈ കല്ലിനകത്ത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകുക. അതെങ്ങോട്ടാ ഉണ്ടാകുന്നേ? ഇങ്ങോട്ടാ. അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് എന്ത് ചെയ്യും? മാക്സിമം ഡിസ്പ്ലേസ്മെന്റിൽ മൂവ് ചെയ്യും. അപ്പൊ പഠിച്ചു വെച്ചേക്കണം, റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. കാര്യം പിടികിട്ടിയോ? റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എന്താണെന്നാ ഞാൻ പറഞ്ഞേ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതിന്റെ അർത്ഥം എന്തുവാ? റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടുന്നതനുസരിച്ച് ഈ കല്ലിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യും? കൂടിക്കൂടി വരും. അതല്ലെങ്കിൽ പറയാം, റീസ്റ്റോറിംഗ് ഫോഴ്സ് കുറയുന്നതനുസരിച്ചോ കല്ലിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞു കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ എന്താ? റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഡയറക്ഷൻ എന്താ? അവരുടെ ഓപ്പോസിറ്റ് ആണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടാണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്ന മക്കളെ? ആ കല്ലിന്റെ ഡിസ്പ്ലേസ്മെന്റ്. പറഞ്ഞു മനസ്സിലായല്ലോ? ഞാൻ റീസ്റ്റോറിംഗ് ഫോഴ്സിനെ എഫ് എന്ന് വിളിക്കുകയാണ്. റീസ്റ്റോറിംഗ് ഫോഴ്സിനെ എഫ് എന്ന് വിളിക്കുകയാണ്. ഡിസ്പ്ലേസ്മെന്റിനെ എക്സ് എന്ന് വിളിക്കുകയാണ്. ഇത് രണ്ടും എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ? ഡയറക്ട്ലി അല്ലേ. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇനി രണ്ടുപേരുടെയും ഡയറക്ഷൻ എങ്ങനെയാ? ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഒരു മൈനസ് ഇട്ട് കൊടുത്തുടായോ?
അപ്പൊ എനിക്ക് പറയാം റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നേ? റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് സൈന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അപ്പൊ പറയണം ഇത് സൂചിപ്പിക്കുന്ന ഇത്രേ ഉള്ളൂ, റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ആക്ട് ചെയ്യുന്ന പരസ്പരം എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ എന്ത് വേണം മക്കളെ? കോൺസ്റ്റന്റ് വേണം. അത് വന്നാൽ ഇത് എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. മൈനസ് അവിടെ കിടന്നോട്ടെ. കോൺസ്റ്റന്റ് ആണ് ഇവിടെ കെ എക്സ്. ഈ കെയുടെ പേരാണ് നമ്മൾ നേരത്തെ പഠിച്ച സ്പ്രിംഗ് കോൺസ്റ്റന്റ് അഥവാ ഫോഴ്സ് കോൺസ്റ്റന്റ്. പറഞ്ഞു മനസ്സിലായല്ലോ? സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് പേരെന്താണ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ എന്താ മറ്റൊരു പേര്? ഫോഴ്സ് കോൺസ്റ്റന്റ്. പറഞ്ഞു മനസ്സിലായല്ലോ? ഡയറക്ഷൻ ഞാൻ പരിഗണിക്കുന്നില്ലെന്ന് വിചാരിക്കുക. എന്ത് പരിഗണിക്കുന്നില്ല? ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ എങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? എഫ് ഇസിക്കൽ ടു കെ എക്സ് എന്ന് എഴുതാം. ഡയറക്ഷൻ ഞാൻ പറയുന്നില്ല, മറിച്ച് എന്ത് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രം. അത് എത്രമാത്രം ഉണ്ട്, ഡയറക്ഷൻ എനിക്ക് വേണ്ടെന്നിരിക്കട്ടെ. അപ്പൊ എനിക്ക് എഴുതിക്കൂടായോ? എഫ് ഇസിക്കൽ ടു എന്തായിരിക്കും മക്കളെ? കെ എക്സ് എന്നായിരിക്കത്തില്ലേ? എങ്കിൽ നിങ്ങൾ പറഞ്ഞേ ഇവിടുത്തെ ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും വരുന്നത്? കെ ഇസിക്കൽ ടു എഫ് ഡിവൈഡഡ് ബൈ എക്സ്. അപ്പൊ എന്തുവാ സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് സെറ്റപ്പ് ഇൻ പറ എക്സിന്റെ വാല്യൂ എന്താകണം? എക്സിന്റെ വാല്യൂ എന്താകണം? 1 ആകണം. എക്സ് 1 ആയാൽ എഫ് ബൈ 1 എന്തായിട്ട് മാറും? എഫ് ആയിട്ട് മാറും. എഫ് എന്തിന് ഈക്വൽ ആകും? കെക്ക് ഈക്വൽ ആകത്തില്ലേ? അപ്പൊ എനിക്ക് പറഞ്ഞുകൂടായോ? സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓർ ഫോഴ്സ് കോൺസ്റ്റന്റ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് സെറ്റപ്പ് ഇൻ യൂണിറ്റ് എക്സ്റ്റൻഷൻ. എക്സ് എന്ന് വെച്ചാൽ എന്താ? അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ആണ്. ആ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റിൽ ആ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അതിന്റെ ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. യൂണിറ്റ് എന്തായിരിക്കും വരുന്നത്? പറ. ഫോഴ്സിന്റെ എന്ത് യൂണിറ്റ്? ന്യൂട്ടൺ പെർ. എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ത് യൂണിറ്റ്? മീറ്റർ. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം ഇതിനെ? ന്യൂട്ടൺ മീറ്റർ റേസ് ടു -1. ഡയമെൻഷനും എഴുതാൻ അറിയായിരിക്കുമല്ലോ. എങ്ങനെ എഴുതുന്നേ? എം എൽ ടി റേസ് ടു -2 ആണ് ഫോഴ്സിൻ്റെത്. ബൈ ഇതെന്തുവാ? എൽ അല്ലേ? എല്ലും വെട്ടിപ്പോയി. ബാക്കി എന്തുള്ളേ? എം ടി റേസ് ടു -2. ഇതാണ് ഫോഴ്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സിമ്പിൾ ഹാർമോണിക് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കണം. ഇതിന്റെ ഒരു ഡെഫിനിഷൻ ഞാൻ ഈ ബോർഡിനകത്തേക്ക് എഴുതാം. ആ ഡെഫിനിഷൻ വെച്ച് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേരെ. ഓക്കെ, പരീക്ഷയ്ക്ക് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നോക്കി, എ ബോഡി ഈസ് സെഡ് ടു ബി സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു വസ്തു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആയിരിക്കണമെങ്കിൽ എന്തോ പറയുന്നേ? ഇഫ് ഇറ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ. ഇത് എങ്ങനെ മൂവ് ചെയ്യണ്ടേ? ടു ആൻഡ് ഫ്രോ, മുന്നിലേക്കും പിന്നിലേക്കും മൂവ് ചെയ്യണം. എബൌട്ട് എ മീൻ പൊസിഷൻ. എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മൂവ് ചെയ്യുന്നേ? അതിന്റെ മീൻ പൊസിഷനെ അടിസ്ഥാനമാക്കി അത് മുന്നിലേക്കും പിന്നിലേക്കും എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? അണ്ടർ ദി ആക്ഷൻ ഓഫ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അതിനകത്ത് എന്തുണ്ടാകുന്നത് കൊണ്ടാ? ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടായി. അതിന്റെ പ്രസൻസ് കൊണ്ടാണ് ഈ വസ്തു എന്ത് ചെയ്യുന്നേ? മുന്നിലേക്കും പിന്നിലേക്കും മൂവ് ചെയ്യുന്നത്. ഇനി അതിന്റെ പ്രത്യേകത എന്താ? വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. ഏതാ വിച്ച് ഈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നേ? വിച്ച് ഈസ് എന്ന് വെച്ചാൽ എന്താ? ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിന് ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ആൻഡ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ ഫലമായിട്ട്, ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് പ്രയോഗിച്ച് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ഈ വസ്തു എപ്പോഴും എങ്ങോട്ടാ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നേ? മീൻ പൊസിഷനിലേക്കാണ്. പക്ഷെ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഈ കല്ല് ഇവിടെ നിന്ന് ഞാൻ റിലീസ് ചെയ്ത് അത് എങ്ങോട്ടാ വരുന്നേ? മീൻ പൊസിഷനിലേക്കാണ് വരുന്നത്. പക്ഷെ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങോട്ട് പോയി. പിന്നെ എങ്ങോട്ട് തന്നെ വരുന്നേ? മീൻ പൊസിഷൻ. അവിടെ നിന്നോ? പിന്നെ അങ്ങോട്ട് പോയി. അപ്പൊ മീൻ പൊസിഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മൂവ് ചെയ്യുന്നത്. ഇത്തരം മോഷനെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുക? സിമ്പിൾ ഹാർമോണിക് മോഷൻ. നന്നായിട്ട് മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായ കാര്യം. അപ്പൊ എന്തുവാ സിമ്പിൾ ഹാർമോണിക് മോഷൻ?
ഒരു വസ്തു സിമ്പിൾ ഹാർമോണിക് മോഷനിലായിരിക്കണമെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ? അത് അതിന്റെ മീൻ പൊസിഷനിൽ നിന്ന് ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തണം. അതെങ്ങനെയാ നടത്തുന്നേ? അണ്ടർ ദി ആക്ഷൻ ഓഫ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ്. അതിനകത്തുണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ പ്രസൻസ് കൊണ്ടാണ് അത് മുന്നിലേക്കും പിന്നിലേക്കും എന്ത് ചെയ്യുന്നേ? മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഫോഴ്സിന്റെ പ്രത്യേകത എന്താ? അത് ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിന്റെ ഫലമായിട്ട് ആ വസ്തു എങ്ങോട്ട് എപ്പോഴും വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ? മീൻ പൊസിഷനിലേക്കാണ്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ സിമ്പിൾ ഹാർമോണിക് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചാലും അതിനകത്ത് എഴുതി വെച്ചേക്കണം ഈ ഒരു ഡെഫിനിഷൻ. പറഞ്ഞ് മനസ്സിലായല്ലോ? ഓക്കെ ആണേ? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഡെഫിനിഷൻ ബുക്കിനകത്തേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഡിറൈവ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കണം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്, കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് കെ എക്സ് ആയിരിക്കും. ഇതെല്ലാവർക്കും അറിയാലോ. റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? മൈനസ് കെ എക്സ് ആയിരിക്കും. കെ എന്ന് വെച്ചാൽ എന്തുവാ? ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. എക്സ് എന്തുവാ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. നെഗറ്റീവ് സൈന്റെ സിഗ്നിഫിക്കൻസ് എന്തുവാ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത്, നമുക്കറിയാം ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഇസിക്കൽ ടു അത് എം ഇൻറ്റു എ എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ എഫിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എം എന്ന് ഇടാം. ഇവിടെ പിന്നെ എന്താ ഉള്ളത്? മൈനസ് കെ എക്സ് എന്നാ ഉള്ളത്. ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, ആക്സിലറേഷൻ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ എന്നായിരിക്കും. എന്തുവാ? ആക്സിലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാലേ, എക്സ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റാ. ഡിസ്പ്ലേസ്മെന്റിനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. കറക്റ്റ് അല്ലേ? അതിനെ ഒന്നും കൂടെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ. അപ്പൊ എത്ര വട്ടം ഡിവൈഡ് ചെയ്ത്? 2 വട്ടം ആയില്ല. അതുകൊണ്ട് ഇവിടെ 2 വന്നേക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആക്സിലറേഷൻ എ ഇസിക്കൽ ടു എന്തായിരിക്കും മക്കളെ? ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. ഈ ടേം വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഡിഫറൻസിയേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചായിരുന്നോ? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിച്ചായിരുന്നോ? ഇല്ലല്ലോ, പഠിച്ചോളും. അപ്പം ഇങ്ങനെ വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? എയ്ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എം കിടപ്പുണ്ടല്ലോ, ഈ കിടക്കുന്ന എ കണ്ടോ? അവിടെ എന്തിട്ട് കൊടുക്കാം? എക്ക് പകരം ആരെ ഇട്ട് കൊടുക്കാം? ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇപ്പുറത്ത് ആരാ മക്കളെ ഉള്ളേ? മൈനസ് കെ എക്സ് എന്നല്ലേ കിടക്കുന്നേ. ഞാൻ ഈ കിടക്കുന്ന എം കണ്ടോ? ഇതിനെ ഞാൻ അപ്പുറത്തോട്ട് എടുത്തോട്ടെ. അപ്പൊ എന്ത് വരുന്നേ? ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ഡിവൈഡഡ് ബൈ എം എന്ന് എഴുതിയ തെറ്റുണ്ടോ? ഇല്ലല്ലോ. ഇനി ചെയ്യുന്നത് ഇപ്പുറത്തുള്ള ഈ ടേമിനെ കണ്ടോ? ഞാൻ അല്ലെങ്കിൽ ഇപ്പുറത്തോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ എന്ത് വരുന്നേ? ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. ഇത് മൈനസ് അല്ലേ? ഇപ്പുറത്തും എന്താവും? പ്ലസ്. ഇവിടെ എന്താ ഉള്ള പിന്നെ? കെ എക്സ് ഡിവൈഡഡ് ബൈ എം. കെ എക്സ് ഡിവൈഡഡ് ബൈ എം ഇസിക്കൽ ടു 0. ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ പഠിച്ചു വെക്കണം, ഇവിടെ ഒരു കെ ബൈ എം എന്ന് കിടക്കുന്നുണ്ടോ? കെ എന്ന് വെച്ചാൽ എന്തുവാ? ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. എം എന്തുവാ? എം എന്ന് വെച്ചാൽ മാസാണ്. എന്ന് വെച്ചാൽ എന്തുവാ? പഠിച്ചു വെച്ചേക്കണം, ഫോഴ്സ് കോൺസ്റ്റന്റിനെ ഒരു വസ്തുവിന്റെ മാസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആ വസ്തുവിന്റെ ആംഗുലാർ വെലോസിറ്റിയുടെ സ്ക്വയർ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് കോൺസ്റ്റന്റിനെ മാസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ കെ ബൈ എം എടുത്താൽ കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കും എന്ന് പഠിച്ചു വെച്ചേക്കണം? ഈ വസ്തുവിന്റെ ആംഗുലാർ വെലോസിറ്റിയുടെ സ്ക്വയർ ആയിരിക്കും. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെയാണെങ്കിലേ ഇതിനകത്തുനിന്ന് ഒമേഗ ഇസിക്വൽ ടു എനിക്ക് എന്താന്ന് എഴുതാം? റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് എഴുതി കൂടായോ? ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ.
ഒമേഗ സ്ക്വയർ ഈസിക്വൽ ടു എന്തായിരിക്കും? കെ ബൈ എം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഈസിക്വൽ ടു എന്തായിരിക്കും? റൂട്ട് ഓഫ് കെ ബൈ എം ആണെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇവിടെ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കി? കെ ബൈ എം എന്നല്ലേ കിടക്കുന്നേ? ഇവിടെ കെ ബൈ എമ്മിന് പകരമുള്ളത് ആരാ? ഒമേഗ സ്ക്വയർ അല്ലേ? അപ്പൊ എനിക്ക് എന്തിട്ട് കൊടുക്കാം മക്കളെ എന്ന് പറഞ്ഞേ? ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം മാറ്റി പകരം ആരാ? ഒമേഗ സ്ക്വയർ. ഇവിടെ പിന്നെ എന്താ ഉള്ളേ? എക്സ് അല്ലേ ഉള്ളേ? ഈസിക്വൽ ടു എന്താ മക്കളെ? 0. ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളോട് പറയാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ തൊട്ട് എഴുതി തുടങ്ങണം. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് സെന്റൻസ് ഒക്കെ എഴുതിയിട്ട് ഇവിടം തൊട്ട് ഈ സ്റ്റെപ്പുകളെല്ലാം കറക്റ്റ് ആയിട്ട് എഴുതണം. ഇത് എഴുതുന്ന സമയത്ത് ഇതൊന്നും എഴുതാൻ വിട്ടുപോകരുത്. എഫിന്റെ വാല്യൂ എന്താണ്, എയുടെ വാല്യൂ എന്താണ്, ഒമേഗ സ്ക്വയറും ഒമേഗയും എന്താണ് എന്ന് എഴുതിയിട്ട് വേണം ഇതിലേക്ക് എത്തിച്ചേരാൻ. പറഞ്ഞു മനസ്സിലായല്ലോ? ഓക്കെ, എഴുതിയെടുത്തോ. ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മള് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ പെൻഡുലം. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ എന്താണ് സിമ്പിൾ പെൻഡുലം? ഇത്രയേ ഉള്ളൂ. ഒരു പോയിന്റില് സിൽക്കിന്റെയോ കോട്ടണിന്റെയോ നൂല് വെച്ച് മാസുള്ള ഒരു വസ്തുവിനെ, ഒരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒരു വസ്തുവിനെ ഒരു പോയിന്റിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചാൽ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സിമ്പിൾ പെൻഡുലം എന്ന് വിളിക്കാം. കോട്ടണിന്റെയോ സിൽക്കിന്റെയോ നൂലിൽ ഒരു ഉരുണ്ടിരിക്കുന്ന സ്ഫെറിക്കലായിട്ടുള്ള മാസുള്ള ഒരു വസ്തുവിനെ ഇവിടെ തൂക്കിയിട്ട് ഈ നൂലിന്റെ അറ്റം ഇവിടെ ഒരു പോയിന്റിൽ കൊണ്ട് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ ഈ അറേഞ്ച്മെന്റിനെ എനിക്ക് എന്തെന്ന് വിളിക്കാം? സിമ്പിൾ പെൻഡുലം എന്ന് വിളിക്കാം. ഈ പോയിന്റിനെ ഞാൻ വിളിക്കുന്ന പേരാണ് നമ്മള് ഈ നൂലിനെ ഈ പോയിന്റില് ഫിക്സ് ചെയ്ത് വെക്കും. ഇതിനെ വിളിക്കുന്ന പേര് പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്നാണ്. എന്താ മക്കളെ വിളിക്കുന്നത്? പോയിന്റ് ഓഫ് എന്താ വിളിക്കുന്നത്? സസ്പെൻഷൻ. അപ്പൊ എന്തോ മക്കളെ പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സിമ്പിൾ പെൻഡുലത്തിലെ ആ നൂലുണ്ടല്ലോ, ആ നൂലിനെ ഒരു പോയിന്റിൽ കൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. ആ ഫിക്സ് ചെയ്ത് വെക്കുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? പോയിന്റ് ഓഫ് സസ്പെൻഷൻ. ഇനി ഇവിടെ ഒരു മാസുള്ള ഒരു വസ്തു ഉണ്ടല്ലോ, ഇതിനൊരു സെന്റർ ഉണ്ടായിരിക്കത്തില്ലേ? ഈ സെന്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് ഓസിലേഷൻ. ഇത് വിളിക്കുന്നേ സെന്റർ ഓഫ് ഓസിലേഷൻ. അപ്പൊ രണ്ട് ടേം ഞാൻ പറഞ്ഞ്, ഒന്ന് പോയിന്റ് ഓഫ് സസ്പെൻഷൻ, അടുത്ത എന്താണ്? സെന്റർ ഓഫ് ഓസിലേഷൻ. എന്തോ പോയിന്റ് ഓഫ് സസ്പെൻഷൻ? സിമ്പിൾ പെൻഡുലത്തിലെ നമ്മുടെ നൂലിനെ ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്ത് വെക്കും. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് കൊണ്ടുവെക്കും, അതാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. ഇനി എന്തോ സെന്റർ ഓഫ് ഓസിലേഷൻ? ഈ മാസുള്ള സ്ഫെറിക്കൽ ബോഡി ഇല്ലേ, അതിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരാണെന്ത്? സെന്റർ ഓഫ് ഓസിലേഷൻ. നിങ്ങൾ പഠിക്കണം, പോയിന്റ് ഓഫ് സസ്പെൻഷൻ തൊട്ടല്ലോ അവിടം തൊട്ട് ഈ സെന്റർ ഓഫ് ഓസിലേഷൻ ഉണ്ടല്ലോ, ഇവിടെ വരെയുള്ള ഈ ലെങ്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെങ്ത് ഓഫ് ദി പെൻഡുലം. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ എന്തുവാ ലെങ്ത് ഓഫ് ദി പെൻഡുലം? ലെങ്ത് ഓഫ് ദി പെൻഡുലം ഈസ് ദ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് ഫ്രം പോയിന്റ് ഓഫ് സസ്പെൻഷൻ ടു ദി സെന്റർ ഓഫ് ഓസിലേഷൻ. പോയിന്റ് ഓഫ് സസ്പെൻഷൻ തൊട്ട് സെന്റർ ഓഫ് ഓസിലേഷൻ വരെയുള്ള ഈ ഒരു ലെങ്തിനെ, ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലെങ്ത് ഓഫ് ദി പെൻഡുലം. എന്താ വിളിക്കുന്നത്? ഈ ലെങ്ത് ഓഫ് ദി പെൻഡുലത്തെ ഞാൻ എൽ വെച്ച് റെപ്രസെന്റ് ചെയ്യാണ്. എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്? എൽ. സ്മോൾ ലെറ്റർ എൽ ആണ് എന്തിന്റെ സിമ്പിള്? ലെങ്ത് ഓഫ് ദി പെൻഡുലത്തിന്റെ സിമ്പിൾ. ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇതിനൊരു മാസ് ഉണ്ടല്ലോ, മാസ് ഉണ്ട്, സോ ഇതിനൊരു വെയിറ്റ് ഉണ്ടായിരിക്കും. വെയിറ്റിന്റെ ഇക്വേഷൻ W mg എന്നല്ലേ? അത് ആക്ട് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും മക്കളെ? താഴോട്ടായിരിക്കും. അപ്പൊ mg എങ്ങോട്ട് ആക്ട് ചെയ്യുന്നേ? താഴോട്ടാണ്. സംശയം വല്ലതും ഉണ്ടോ? ഇങ്ങനെ ഇരുന്ന ഈ പെൻഡുലത്തെ ഞാൻ താണ്ടേ ഇങ്ങനെ കൊണ്ട് ഇവിടെ കൊണ്ട് വെച്ച്,
പറഞ്ഞു മനസ്സിലായോ? ഈ സമയത്ത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായില്ലേ, ഞാൻ അതിനെ തീറ്റ എന്ന് വിളിച്ച്. എന്താ വിളിച്ചേ? തീറ്റ. എം ജി ആക്ട് ചെയ്യുന്നത് ഓർത്ത് വെച്ചേക്കണം. ഇപ്പോഴും എങ്ങോട്ട് തന്നെ മക്കളെ? ദാണ്ട് ഇങ്ങോട്ട് തന്നെയാണ് എന്ത് ആക്ട് ചെയ്യുന്നേ? എം ജി ആക്ട് ചെയ്യുന്നത്. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പൊ നാലിസ് നോക്കിയേ, നൂല് ഇങ്ങോട്ടല്ലേ ഇരിക്കുന്നേ, പക്ഷേ എം ജി എങ്ങോട്ട് ആക്ട് ചെയ്തത്? ഇങ്ങോട്ടല്ലേ. അപ്പൊ നിങ്ങൾ പഠിക്കണം, ഈ എം ജി എന്ന് പറയുന്നത് രണ്ട് കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എത്ര കമ്പോണന്റ് ആയിട്ടാ? രണ്ട്. ഒരുത്തന്റെ പേര് എം ജി കോസ് തീറ്റ. ഇത് ഒരുത്തന്റെ പേര് എം ജി കോസ് തീറ്റ. അടുത്തവന്റെ പേര് എം ജി സൈൻ തീറ്റ. തീറ്റ തീറ്റ. പറഞ്ഞു മനസ്സിലായല്ലോ? ഒന്നെന്തുവാ? എം ജി കോസ് തീറ്റ. അടുത്ത എന്തുവാ? എം ജി സൈൻ തീറ്റ. അതെവിടെ നോക്ക്, ആ രണ്ട് കമ്പോണന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം എന്താണ്ട് ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും, ഈ നൂലിന്റെ ഡയറക്ഷനിൽ ഇങ്ങോട്ട്. അടുത്തവൻ എന്താണ്ടേ ഇങ്ങോട്ട്. ഇത് ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇങ്ങോട്ട് ഉണ്ടാവത്തില്ലേ, ആ ഡയറക്ഷനിലായിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നേ? ഇങ്ങോട്ടൊരു കമ്പോണന്റ് ആക്ട് ചെയ്യുന്നത്. നോക്കിയ മക്കളെ, ഇത് തീറ്റയല്ലേ, ഇതപ്പോ എത്ര ആയിരിക്കും? ഇങ്ങോട്ട് ഇങ്ങോട്ട് തീറ്റ, ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഇത് തന്നെയല്ലേ ഈ ഇരിക്കുന്നത്. ഈ വര കണ്ടോ? ഈ വരയ്ക്ക് പാരലായിട്ടല്ലേ ഈ വര, ഈ വര തന്നെയല്ലേ ഈ വര. അപ്പം ഈ ഉണ്ടാകുന്ന ആംഗിൾ തന്നെ ആയിരിക്കത്തില്ലേ ഈ ഉണ്ടാകുന്ന ആംഗിൾ? സോ ഇതെന്തായിരിക്കും? തീറ്റ. ഇത് തീറ്റയാണെങ്കിൽ ഇതിന്റെ അടുത്തുള്ള ഈ കമ്പോണന്റ് ഉണ്ടല്ലോ, അടുത്തുള്ള കമ്പോണന്റ് എപ്പോഴും എന്തായിരിക്കും മക്കളെ? എം ജി കോസ് തീറ്റ ആയിരിക്കും. അടുത്തുള്ളത് എപ്പോഴും ആരായിരിക്കും? കോസ് കമ്പോണന്റ് ആയിരിക്കും. ദൂരോട്ട് കിടക്കുന്ന ഇവനുണ്ടല്ലോ, ഇവൻ ഏത് കമ്പോണന്റ് ആയിരിക്കും? ഇവനാണ് മക്കളെ എന്ത് കമ്പോണന്റ്? സൈൻ കമ്പോണന്റ്. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പൊ ഇത് എം ജി സൈൻ തീറ്റ, ഇതെന്തോ സാധനം? എം ജി കോസ് തീറ്റ. ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇത്രയും കാര്യം മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മൾ സിമ്പിൾ പെൻഡിലത്തെ ഓസിലേറ്റ് ചെയ്യിച്ചപ്പോഴത്തേക്ക് എം ജി എന്ന് പറയുന്ന അതിന്റെ വെയിറ്റ് എത്ര കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത്? രണ്ട് കമ്പോണന്റ് ആയി. ഏതൊക്കെയാണ്? എം ജി കോസ് തീറ്റയും എം ജി സൈൻ തീറ്റയും. എപ്പോഴും ഓർത്ത് വെച്ചേക്കണം, തീറ്റയോട് അടുത്തുള്ള സാധനമായിരിക്കും എപ്പോഴും എന്ത് കമ്പോണന്റ്? കോസ് കമ്പോണന്റ്. അതിൽ നിന്ന് ദൂരോട്ട് മാറി നിൽക്കുന്നതായിരിക്കും സൈൻ കമ്പോണന്റ്. കേട്ടല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ. ഇനി നമ്മള് പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ടാണ് എം ജി സൈൻ തീറ്റ ആക്ട് ചെയ്യുന്നത്. ഇങ്ങോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്? ഇങ്ങോട്ട് തന്നെയാണ് ആരും ആക്ട് ചെയ്യുന്നത്. ഇതിന് അങ്ങോട്ട് ഓസിലേറ്റ് ചെയ്യിക്കും, ഇങ്ങോട്ട് ആരാ ഏത് ഫോഴ്സ് ഉണ്ടാകുന്നേ? റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലേ. അപ്പൊ എനിക്ക് പറഞ്ഞൂടാ, റീസ്റ്റോറിംഗ് ഫോഴ്സിന് ഈക്വൽ ആയിട്ടല്ലേ ഇയാൾ ആക്ട് ചെയ്യുന്നത്. ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് മാറുന്നത് ആരാ? ഈ എം ജി സൈൻ തീറ്റ. അപ്പൊ എനിക്ക് പറയാം എഫ് ഇസിക്കൽ ടു എന്തായിരിക്കും മക്കളെ? എം ജി സൈൻ തീറ്റ ആയിരിക്കും. പറഞ്ഞു മനസ്സിലായോ? എം ജി സൈൻ തീറ്റ എന്ന് പറയുന്ന ഈ കമ്പോണന്റ് കാരണമാണ് ഇവിടെ ഏത് ഫോഴ്സ് ഉണ്ടാകുന്നേ? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നത്. സോ റീസ്റ്റോറിംഗ് ഫോഴ്സും എം ജി സൈൻ തീറ്റയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി നിങ്ങൾ പഠിച്ചു വെക്കണം മക്കളെ, ഇവിടെ തീറ്റ എന്ന് പറയുന്ന ഈ ആംഗിൾ ഉണ്ടല്ലോ, ഇത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വലുതായിട്ടൊക്കെ വരച്ചു വെച്ചത്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് തീറ്റ വളരെ വളരെ ചെറുതായിട്ടേ നമ്മൾ പരിഗണിക്കത്തുള്ളൂ. തീറ്റ എങ്ങനെ പരിഗണിക്കത്തുള്ളൂ? വളരെ വളരെ ചെറുത്. തീറ്റ വളരെ വളരെ ചെറുതാണെങ്കിൽ ഈ സൈൻ തീറ്റ ഉണ്ടല്ലോ, ഇത് ഏകദേശം തീറ്റയായിരിക്കും. എന്തോ പറഞ്ഞേ? തീറ്റ വളരെ 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 ചെറുതാണെങ്കിൽ സൈൻ തീറ്റ എടുത്താൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഇവിടെ നോക്ക്, തീറ്റ 0 ആണെന്നിരിക്കട്ടെ. തീറ്റ എന്താണെന്നിരിക്കട്ടെ, അത് 0. അപ്പൊ സൈൻ 0 എത്ര ഉണ്ടോ? സൈൻ 0 വാല്യൂ എത്ര? 0 അല്ലേ. അപ്പൊ തീറ്റ വളരെ വളരെ ചെറുതാ. 0 ആയി കഴിഞ്ഞാൽ സൈൻ 0 വാല്യൂ എന്തുവാ? 0 അപ്പൊ തീറ്റ ചെറുതാകുന്നതനുസരിച്ച് അതിന്റെ സൈൻ എടുത്താൽ കിട്ടുന്നത് സെയിം ആംഗിൾ തന്നെ ആയിരിക്കും. അപ്പൊ എനിക്ക് പറയാം തീറ്റ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ എന്തിന് ഈക്വൽ മക്കളെ? തീറ്റയ്ക്ക്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു എഫ് ഇസിക്കൽ ടു എന്തുവാ? എം ജി സൈൻ തീറ്റയ്ക്ക് പകരം എന്തിട്ട് കൊടുക്കാം മക്കളെ? തീറ്റ ഇടാമല്ലോ. അപ്പം എഫ് ഇസിക്കൽ ടു എന്താ വന്നിരിക്കുന്നേ? എം ജി തീറ്റ എന്നല്ലേ വന്നിരിക്കുന്നേ. ഇനി നമുക്കറിയാം, തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു, റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് എന്ന് വെച്ചാൽ അത് കെ എക്സ് അല്ലേ. സോ കെ എക്സ് ഇസിക്കൽ ടു ഇവിടെ എന്താ ഉള്ളേ? എം ജി പിന്നൊരു തീറ്റ അല്ലേ ഉള്ളത്. കറക്റ്റ് അല്ലേ? ഇതാ ഇങ്ങോട്ട് നോക്കണേ, ഇതിന്റെ ലെങ്തിനെ ഞാൻ എന്തോ വിളിച്ചേ? എൽ എന്നല്ലേ വിളിച്ചേ. ഇതും എന്ത് തന്നെ ആയിരിക്കും? ഇങ്ങോട്ട് തള്ളിയെന്ന് പറഞ്ഞ ലെങ്തിൽ വല്ല വ്യത്യാസം വരുമോ? ഈ എൽ തന്നെ ആയിരിക്കും ഇതിൽ അവിടെ ചെല്ലുമ്പോഴും. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടല്ലോ, അതിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നേ? ഈ മീൻ പൊസിഷനിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ സിമ്പിൾ പെനിൽ നിൽക്കുന്ന അവിടെ വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ എന്തെന്നാ വിളിക്കുന്നേ? എക്സ്. അങ്ങനെയാണെങ്കിലേ
ഈ തീറ്റ കണ്ടോ, ഈ തീറ്റ ഈസിക്കൽ ടു എനിക്ക് എക്സ് ബൈ എൽ എന്ന് എഴുതാവോ എന്ന് നോക്കിയേ. ആംഗിൾ ഈസിക്കൽ ടു ആർക്ക് ബൈ റേഡിയസ് പഠിച്ചിട്ടില്ലേ? ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഇവിടെ ആർക്കാണ് ഏകദേശം എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. റേഡിയസ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ എൽ. അപ്പൊ എനിക്ക് പറഞ്ഞൂടെ തീറ്റ ഈസിക്കൽ എന്താ മക്കളെ? എക്സ് ബൈ എൽ ആണെങ്കിൽ കെ എക്സ് ഈസ് ഈക്വൽ ടു എം ജി. തീറ്റയുടെ സ്ഥാനത്ത് എന്തിടാ മക്കളെ പറഞ്ഞേ? എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്നിട്ടുടായോ? താണ്ടെ ഈ എക്സും ഈ എക്സ് എന്ത് ചെയ്ത് വെട്ടിപ്പോയി. ബാക്കി അവിടെ എന്തോ ഉള്ളേ? കെ ഈസ് ഈക്വൽ ടു എം ജി ഡിവൈഡഡ് ബൈ എൽ എന്നല്ലേ കിടക്കുന്നേ. ഈ കിടക്കുന്ന എം കണ്ടോ, ഞാൻ അതിനെ ഇപ്പുറത്തോട്ട് എടുത്താൽ എനിക്ക് എന്ത് വരുന്നേ? കെ ബൈ എം ഇക്വൽ ടു ജി ഡിവൈഡഡ് ബൈ എൽ എന്നാകുവോ? സംശയം ഉണ്ടോ? എങ്ങനെ വന്നേ? കെ ബൈ ഈ കിടന്ന എമ്മിനെ ഞാൻ എന്ത് ചെയ്ത് ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അപ്പൊ എന്ത് വന്നേ? കെ ബൈ എം ഇക്വൽ ടു അപ്രധാരമുള്ളേ ജി ഡിവൈഡഡ് ബൈ എൽ. തൊട്ട് മുന്നേ പഠിച്ച് കെ ബൈ എം എന്ന് വെച്ചാൽ എന്തുവാ? ഫോഴ്സ് കോൺസ്റ്റന്റും മാസും ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടുന്നേ? എന്തിന്റെ സ്ക്വയർ എന്നാ പഠിച്ചേ? ആംഗുലാർ വെലോസിറ്റിയുടെ സ്ക്വയർ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞേ? കെ ബൈ എമ്മിന് പകരം ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ? ജി ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതിക്കൂടായോ? അങ്ങനെയാണെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? റൂട്ട് ഓഫ് ജി ഡിവൈഡഡ് ബൈ എൽ എന്നായിരിക്കും. നമുക്കറിയാം ടൈം പീരീഡ് ടി എന്ന് വെച്ചാൽ അത് 2π ബൈ എന്താണ്? ഒമേഗയാണ്. പഠിച്ചില്ലേ? ടൈം പീരീഡ് ടി എന്ന് വെച്ചാൽ എന്താ? അത് 2π ബൈ ഒമേഗ. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ഒമേഗയുടെ വാല്യൂ എന്തുവാ? റൂട്ട് ഓഫ് പറ ജി ഡിവൈഡഡ് ബൈ എൽ എന്നല്ലേ. ഇത് മോള് വരുമ്പം എന്താവുമായിരിക്കും? 2π റൂട്ട് ഓഫ് മോള് വരുമ്പോൾ എന്താവുമായിരിക്കും? എൽ ബൈ ഡേ. ഈ ഡിനോമിനേറ്റർ കിടന്നതിനെ മുകളിലോട്ട് ഇട്ടാൽ ഇതങ്ങ് എന്ത് ചെയ്യും? നേരെ തിരിയും. അപ്പൊ എന്തായിട്ട് മാറും? അത് എൽ ഡിവൈഡഡ് ബൈ ജി എന്നാകും. എന്തും ഇപ്പൊ കിട്ടിയിരിക്കുന്നേ? ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണുന്ന ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. എന്ത് കിട്ടിയിരിക്കുന്നേ? ടി ഈസ് ഇക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കും ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറയും. അപ്പൊ എന്ത് ചെയ്യണം? ഈ പടമൊക്കെ വരച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞ്, കഥയെന്ന് വെച്ചാൽ എന്താ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടം തൊട്ട് എഴുതി വന്ന് ഇവിടെ കൊണ്ട് നിർത്തണം. പറഞ്ഞ് മനസ്സിലായല്ലോ? എങ്ങനെ കണ്ടുപിടിക്കുന്ന സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ്? ടി ഈസ് ഇക്വൽ ടു 2π റൂട്ട് ഓഫ് എന്തായിരിക്കും? എൽ ഡിവൈഡഡ് ബൈ ജി ആയിരിക്കും. ഇതാ ഇങ്ങോട്ട് നോക്കണേ. എനിക്കിതിൽ ഈ ഒരു ഇക്വേഷനകത്തുനിന്നേ, അതായത് ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി, ഇതിൽ നിന്ന് എനിക്ക് ജി കണ്ടുപിടിക്കണമെന്ന് വെച്ചു. എന്ത് ചെയ്താൽ മതി? എങ്ങനെ കണ്ടുപിടിക്കാം? ജി രണ്ട് സൈഡും എന്ത് ചെയ്യുക? ആദ്യം സ്ക്വയർ ചെയ്യണം. അപ്പൊ ടി എന്തായിട്ട് മാറും? ടി സ്ക്വയർ. 2π എന്നുള്ളതോ 4π സ്ക്വയർ ആകും. ഇയാളുടെ റൂട്ട് അങ്ങ് പോകത്തില്ലേ? ഇപ്പോൾ എൽ ബൈ ജി എന്നാവത്തില്ലേ? ഇതിന് എങ്ങനെ ജി എഴുതുന്നേ? ദാറ്റ് ഈസ് ജി ഈസ് ഈക്വൽ ടു എന്തെഴുതാം? 4π സ്ക്വയർ എൽ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. ഇതാണ് സിമ്പിൾ പെനിൽ വെച്ച് എന്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? ജി കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാലോ ജിയുടെ വാല്യൂ എത്ര? 9.8 അല്ലേ? ഇത് നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കാറുണ്ട്. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് നമുക്കറിയാം, ടൈം പീരീഡും അറിയാമെങ്കിൽ അതിന് ഈ ഒരു ഇക്വേഷനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ജി കിട്ടും. എത്ര അതിന്റെ വാല്യൂ? 9.8 അല്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 9.8 നമ്മൾ കണ്ടുപിടിച്ചെടുക്കുന്നത്. എന്ത് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്? സിമ്പിൾ പെൻഡുലം വെച്ചിട്ടാണ്. നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിലേക്ക്, അതായത് ഇപ്പൊ നിങ്ങൾ +1 ആയില്ലേ, +2 ചെല്ലുന്ന സമയത്ത് ലാബ് ചെയ്യാനുണ്ട്. ആ സമയത്ത് ഒരു സിമ്പിൾ പെൻഡുലം വെച്ചിട്ട് ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നിങ്ങൾ എന്തുവാ ചെയ്യുന്നേ? ഈ സിമ്പിൾ പെൻഡുലത്തിനെ ഓസിലേറ്റ് ചെയ്യിക്കും. ഓസിലേറ്റ് ചെയ്യിച്ച് ടി കണ്ടുപിടിക്കും. ടൈം പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞ വാച്ചൊക്കെ വെച്ചിട്ട് ടി കണ്ടുപിടിക്കും. എന്നിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ജി കിട്ടും. അത് ഏകദേശം 9.8 അടുത്തായിരിക്കും. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പൊ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്തുവാ? അതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നേ? എന്ത് കണ്ടുപിടിക്കാനാ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നേ? ഒരു സിമ്പിൾ പെൻഡുലം നമ്മൾ യൂസ് ചെയ്യുന്നത്. പറഞ്ഞു മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഒരു സിമ്പിൾ പെൻഡുലവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഓസിലേഷൻസ് എന്നൊരു ചാപ്റ്ററാണ്. ആദ്യമായിട്ട് നമ്മൾ പരിശോധിച്ചത് 2 ടൈപ്പ് മോഷൻസിനെ പറ്റിയിട്ടാണ്. ഏതൊക്കെയാണ്? പീരിയോഡിക് മോഷൻ ആൻഡ് ഓസിലേറ്ററി മോഷൻ. ഒരു മോഷൻ ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ
റിപ്പീറ്റ് ആയിട്ട് വീണ്ടും വീണ്ടും നടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പീരിയോഡിക് മോഷൻ. ഒരു വസ്തു അതിന്റെ മീൻ പൊസിഷൻ അടിസ്ഥാനമാക്കിയിട്ട് മുന്നോട്ടും പിന്നോട്ടും പോകുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷനുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംപ്ലിറ്റ്യൂഡ്, ടൈം പീരീഡ്, ഫ്രീക്വൻസി തുടങ്ങിയത്. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ ഹാർമോണിക് മോഷനെ പറ്റിയിട്ടാണ്. ഡെഫിനിഷൻ മനസ്സിലാക്കി, അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനും പഠിച്ചു. ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഇക്വൽ ടു 0 എന്നും പറഞ്ഞൊരു ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്ന് അത് പരീക്ഷയ്ക്ക് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെച്ചേക്കണം. പിന്നീട് നമ്മൾ പഠിച്ചത് സിമ്പിൾ പെൻഡുലത്തെ പറ്റിയിട്ടാണ്. എന്താണ് സിമ്പിൾ പെൻഡുലം? ഡെഫിനിഷൻ പഠിച്ച് പോയിന്റ് ഓഫ് സസ്പെൻഷൻ, സെന്റർ ഓഫ് ഓസിലേഷൻ തുടങ്ങിയ ടേംസ് ഒക്കെ പരിചയപ്പെട്ടു. ഒരു സിമ്പിൾ പെൻഡുലം വെച്ച് എങ്ങനെയാണ് ടൈം പീരീഡും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കണ്ടുപിടിക്കുന്നത് എന്നാണ് ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എങ്ങനെ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത്? എന്ത് ഇക്വേഷൻ? ടി ഇസ് ഇക്വൽ ടു 2π√L/g. ഇനി എങ്ങനെ ജി കണ്ടുപിടിക്കുന്നത്? 4π² L ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിലൂടെ പഠിച്ചത്. പറഞ്ഞു മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ ഇന്ന് തന്നെ വീട്ടിൽ പോയിരുന്നോ ഇവിടെ ഇരുന്നോ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിരുന്നാൽ മതി. ഓക്കെ.